താരതമ്യേന കുറവാണ് തോന്നുന്നു അല്ലേ? ഇവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഗൾഫിലുള്ളവർ കൈപ്പൊക്കി, വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ, വാപ്പ, ആങ്ങളെ, ഭർത്താവോ, മകനോ? ഓക്കെ. ഈ ഗൾഫിലുള്ള ആൾക്കാർക്ക് സാധാരണ പറയുന്നൊരു കാര്യം എന്താ പറയുക, ഗൾഫിലേക്ക് എല്ലാവരും പോകുന്നത് സാധാരണ 2 കൊല്ലം മാക്സിമം 4 കൊല്ലത്തിനാണ് പോവുക. അങ്ങനെ പോകാറുള്ളത് ശരിക്കും. അത് 4 കൊല്ലം എന്നുള്ള പിന്നെ ഒന്നുകൂടി ചെറുതായിട്ടൊന്നാണ് കൂടുതൽ 40 ആണ്ടാവും. ഒരു പൂജ ഇട്ടിട്ട് 40 കൊല്ലാണ്ട് ആവലാണ് സാധാരണ. എന്നിട്ട് അവസാനം അറബി പറയും, എടാ അഞ്ഞ് മതിയടാന്ന് പറയും. എന്നാലും അയാൾ പോരില്ല. അയാളെ നിർത്തിയിടിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ എക്സിറ്റൊക്കെ അടിച്ച് പറഞ്ഞേക്കുമ്പോഴാണ് ഇവർ പോരുന്നത്. നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. ഗൾഫിലത് പിന്നെ കുടുംബത്തെ കാണാതെ നിൽക്കുന്ന ഒരു കഷ്ടപ്പാടും കൂടെ ഉണ്ടല്ലോ. എത്രയോ ആൾക്കാർ നമ്മളോട് പറയാറുണ്ട്, പലപ്പോഴും നിർത്തി പോരാൻ വേണ്ടി തോന്നാറുണ്ട്. പക്ഷേ ചില മുഖങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും. നിർത്തുക എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ അനിയത്തിമാർ കല്യാണം കഴിക്കാനുണ്ടാവും, അല്ലെങ്കിൽ പെൺകുട്ടികൾ കല്യാണം കഴിക്കാനുണ്ടാവും, ബാപ്പ രോഗമുള്ള ബാപ്പ ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, വീടായിട്ടുണ്ടാവില്ല, കട ഉണ്ടാവും. അങ്ങനെ ഓരോ ഇതിങ്ങോട്ട് ആലോചിക്കുമ്പോൾ എൻ്റെ കഷ്ടപ്പാട് ഞാൻ ഇനി കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പിടിച്ച് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. എല്ലാവരും ഗൾഫിലൊക്കെ പോയിട്ട് റിട്ടയർഡായിട്ട് വരുന്ന എല്ലാ ആൾക്കാരും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംഭവം കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇവിടെ ഗൾഫ് ഫാമിലീസ് താരതമ്യേന കുറവാണ്. ഗൾഫ് ആവട്ടെ നാട്ടിലാവട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരാണ് രാവിലെ അതിന് ഓട്ടോറിക്ഷ ജോലി ആയിക്കോട്ടെ, അധ്വാനിക്കാൻ പോകുന്നതായിക്കോട്ടെ, മാഷായിക്കോട്ടെ, ടീച്ചറായിക്കോട്ടെ, ഡോക്ടർ, എന്തായിക്കോട്ടെ, അതിൻ്റേതായ ഒരു അധ്വാനം അതിനുണ്ട്. പ്രത്യേകിച്ച് സാധാരണ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ഈ വെയിലും ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് വരുമ്പോൾ അവർ ആ വൈകുന്നേരമൊക്കെ വിയർത്തൊലിച്ചൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോൾ ഒന്ന് സ്നേഹത്തോടൊന്ന് സ്വീകരിക്കുന്ന ഒരു ഭാര്യയും മക്കളും ആ വീട്ടിലുണ്ടെങ്കിൽ അയാൾക്ക് നാളെ രാവിലെയും കൂടി ജോലിക്ക് പോകാനൊരു രസമുണ്ടാവും, ഇതൊരു ആവേശം ഉണ്ടാവും. ഇത് പിന്നെ കയറി വരുമ്പോഴും നിങ്ങൾ മറ്റേ വാങ്ങിയിട്ടില്ല, മറ്റതാണ് മറിച്ചതാണ്, പരാതിയോട് പരാതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പെണ്ണുങ്ങൾ പരാതി, ഞാൻ കുറ്റം പറയല്ല എൻ്റെ സഹോദരിമാർ, എനിക്ക് ഭാര്യയും ഒക്കെ ഉണ്ടല്ലോ, കുറ്റം പറയല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ഈ പരാതി ഇങ്ങോട്ട് പറഞ്ഞാൽ തീരൂല പല പെണ്ണുങ്ങൾക്കും. ഞാൻ കൺസൾട്ടിങ്, ഞാൻ ഓരോ ആഴ്ചയിലും ഒരു മാസത്തിൽ 10-60 കുടുംബങ്ങളെ കാണുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു 60 കുടുംബങ്ങളെങ്കിലും ഒരു മാസത്തിൽ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ ഊഹിച്ചുണ്ടാക്കി പറയുന്നതല്ല. കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കാണുന്നതാണ് ഈ പറയുന്നത്. നന്ദിൻ്റെ കുറവ് വല്ലാതെ ഉണ്ട്, വല്ലാതെ നന്ദിക്കുറവുണ്ട്. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്യാം. ഇനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ പെണ്ണുങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി സോഷ്യൽ മീഡിയ നോക്കിയിരിക്കലാണ്. ഇപ്പോൾ കുറേ പെണ്ണുങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കലാണ്. തോണ്ടൽ വിദഗ്ധകളായ പെണ്ണുങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ ഉമ്മാരോട് ചോദിച്ചു നോക്കൂ. നിങ്ങളെ ഉമ്മാരിങ്ങനെ ഖുർആൻ തോണ്ടലേന്, ഖുർആൻ്റെ ഓരോ പേജ് ഇങ്ങനെ തോണ്ടലേന്, എന്നിട്ട് അവിടെ ഇങ്ങനെ ഓതും, എന്നിട്ട് അടുത്ത് തോണ്ടും. അങ്ങനെ ഒരു സമൂഹമായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ദുആക്കൊക്കെ ഒരു ഇജാബത്തും അവരുടെ വാക്കിനൊക്കെ ഒരു ഫലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ഖുർആൻ പറയുന്നില്ല. ഞാൻ റമദാനിൽ ഒരു വാക്ക് പറയാം. റമദാൻ കഴിഞ്ഞല്ലോ, ചവ്വാലും കഴിഞ്ഞ് ദുൽഖഅദായി. ഇന്ന് ദുൽഖഅദ എത്ര? 15 അല്ലേ? അല്ല 15 അല്ലേ? 15ആണ്. ദുൽഖഅദ 15. റമദാൻ കഴിഞ്ഞിട്ട് 1.5 മാസം. ഒരു കാര്യം ചോദ്യം ചോദിക്കട്ടെ. റമദാനിൽ കുറേ ആൾക്കാർ പള്ളിയിൽ പോയിട്ട് കുത്തി മറിഞ്ഞ് നിസ്കരിച്ച്, തറാവിയൊക്കെ നിസ്കരിച്ച്, പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് തറാവിയൊക്കെ നിസ്കരിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ? ഇതൊക്കെ എന്തിനു ചെയ്താ? അതെന്തിനായിരുന്നു നമ്മൾ ചെയ്തത്? പണ്ടൊരു ഉസ്താദ് പള്ളിയിൽ ബോർഡ് വെച്ചു, റമദാൻ കഴിഞ്ഞാലും പള്ളി ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഉസ്താദിന് ബോർഡൊക്കെ ഇല്ലാതെ നിവൃത്തിയില്ലാന്ന്. കാരണം ഉസ്താദ് റമദാനിൽ മാത്രം ആൾക്കാരെ പള്ളി കാണുന്നത്. റമദാനിൽ ഫുള്ള്. ഇപ്പോൾ വേറെ കാരണമുണ്ട്. ഒന്ന്, വീട്ടിൽ ഭയങ്കര ചൂടാപ്പോൾ AC ഉണ്ട് പള്ളിയിൽ. എല്ലാ വീട്ടിലും AC ഉണ്ടാവില്ലല്ലോ. പിന്നെ കറണ്ട് ബില്ല് നോക്കണ്ടേ? പള്ളി മൊത്തം AC, അതാണ് ഒരു കാരണം. പിന്നെ തറാവി കഴിഞ്ഞാൽ അവിടെ ജ്യൂസും ഫ്രൂട്ട്സും എന്തൊക്കെ ഐറ്റംസ് ഓരോ പള്ളിയിലൊക്കെ. ഇപ്പോൾ പള്ളി പിന്നെ തിരഞ്ഞെടുക്കുന്നത് AC ഉള്ള പള്ളിയുണ്ടോ, AC ഉള്ള പള്ളിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചുമക്കൊക്കെ ആൾക്കാർ പോണത്. ബാക്കിയതല്ല, നല്ല കുത്തുബണ്ടോ അതൊന്നല്ല, AC ഉള്ള പള്ളിയുണ്ടോന്നാ. വല്ലാത്തൊരവസ്ഥ തന്നെ. അല്ല, എൻ്റെ ചോദ്യം ഇതാണ്. ഞാൻ ഒരു സാന്ദർഭികമായൊരു ചോദ്യം ചോദിച്ചതാണ്. റമദാനിൽ നമ്മളൊക്കെ ഇബാദത്ത് ഒരുപാട് ചെയ്തല്ലോ, അല്ലേ? ചെയ്തില്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. അത് അള്ളാഹിനോട് ഇഷ്ടം കൊണ്ടായിരുന്നോ? ആണെങ്കിൽ ചവ്വാലും അള്ളാഹു ഉണ്ടല്ലോ, ദുൽഖഅദിലും അള്ളാഹു ഉണ്ടല്ലോ. എന്തോ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ട അവിടെ നിന്ന് കേട്ടപ്പോൾ അവിടെ ക്യൂ നിന്നതാണ് സത്യം പറഞ്ഞാൽ. അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? റമദാനിൽ ചെന്നാൽ കുറച്ച് ക്യൂവിൽ എന്തോ കുറച്ച് എക്സ്ട്രാ ഒരു കിറ്റ് ഏറെ കിട്ടുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ആ കിറ്റിന് വേണ്ടി തന്നത്, കിറ്റിൻ്റെ ആൾക്കാരാണ് നമ്മൾ സത്യം പറഞ്ഞാൽ. കിറ്റ് തരുന്ന ഒരാളില്ലേ, ഖാലിഖിനോടുള്ള മഹബത്ത് കൊണ്ട് നിസ്കരിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ അയാൾ തറാവീഹ് നിസ്കരിക്കാൻ പറ്റൂല. ബാക്കിയുള്ള റവാത്തിബും വിത്റും ളുഹായും തഹജ്ജുദും അയാൾ നിസ്കരിക്കണ്ടേ? അത് നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ?
അതിൻ്റെ അർത്ഥം തന്നെ ആ ക്യൂ നിന്നതാണ്, എന്തോ ഏറെ കിട്ടാൻ വേണ്ടി ക്യൂ നിന്നതാണ്. ഖാലിഖിനോടുള്ള മഹബത്ത് കൊണ്ട് ഒരാൾ നിസ്കരിച്ചിട്ടില്ല. ഖാലിഖിനോട് മഹബത്ത് ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന് നിസ്കാരം എന്ന് പറയൂല. അവിടെ പറഞ്ഞു വൈലുൽ മുസല്ലി എന്ന് പറഞ്ഞത്. ഓനങ്ങനെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പരമമായ പ്രാർത്ഥന അള്ളാഹിനോട് പടച്ചോനെ നിർവഹിക്കാക്കി തരണട്ടോ അല്ലാ എന്ന് പറയുന്ന സമയത്ത് ഓനെ മറ്റേ കച്ചവടത്തിൻ്റെ കണക്കൂട്ടൽ അവിടെ കളിയാക്കാന്ന് അതിന് പറയാം. വല്യാപ്പാൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ബാപ്പാൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് ബാപ്പാനോട് വർത്താനം പറയുമ്പോൾ ബാപ്പ ഇത് സങ്കല്പിക്കട്ടെ, നിങ്ങൾ ഒരു കുടുംബത്തിലെ ഉപ്പയാണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്. ആ മകൻ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയാം, ഭർത്താൻ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ എന്താ ബാപ്പ നിങ്ങളെ അടുത്ത് ബാപ്പ അവിടെ ഉള്ളത്, എന്താ ഭർത്താൻ സുഖാനല്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഒന്ന് ചെപ്പക്കുറ്റി പറഞ്ഞ സ്ഥലമില്ലേ ഇല്ലേ അവിടെ ഇവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇല്ലേ ചെപ്പക്കുറ്റി എന്ന സ്ഥലമല്ലേ? അത് ഇതിൽ മലപ്പുറം ജില്ലക്കാരല്ലാത്തവരുണ്ടോ? കൈപ്പൊക്കിയേ. മലപ്പുറം ജില്ല അതേത് ജില്ല? വയനാട്. വയനാട്ടിലും ചെപ്പക്കുറ്റി ഇല്ലേ? അല്ല, ആ പ്രയോഗം അവിടെ ഇല്ലേ? ആ, ചെപ്പക്കുറ്റി എല്ലായിടത്തും ഉണ്ട്. അത് ഇംഗ്ലണ്ടിലും ജപ്പാനിലും ഒക്കെ ഉണ്ട്. ചില വാക്കറിയോന്ന് ഞാൻ ചോദിച്ചത്. വയനാടല്ലാതെ പിന്നെ ഉണ്ടോ വേറെ? കോഴിക്കോടുണ്ടോ? മലപ്പുറം വയനാടാണോ നമ്മുടെ കുടുംബങ്ങളുള്ളത്? മാഷാ അല്ലാ, വയനാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ രാവിലെ തന്നെ ഇവിടെ എത്തിയല്ലോ. അൽഹംദുലില്ലാ, അല്ലാഹ് ഒരു യാത്രയൊക്കെ സ്വീകരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാം, എന്നിട്ട് ബാപ്പാൻ്റെ മുമ്പ് ഇങ്ങനെ ബാപ്പ ഇവിടെ നിൽക്കുക, ഞാൻ ഇങ്ങനെ ഒരു വർത്താനം ഒന്നാണ് കിട്ടില്ല, ഇങ്ങോട്ട് നോക്കട്ടെ സുഹറയെന്ന് പറഞ്ഞിട്ട് കിട്ടണ്ടേ. അപ്പോൾ ഇത് അള്ളാൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് അവിടെ നോണയും പറയാം, എന്ത് അജ്ജകത്ത് വജിയല്ലത് ഈ പത്രസഭാവാത്വമില്ലാതെ പെരുന്നോണ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് കൈ കെട്ടിയിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? അജ്ജകത്ത് വജിയല്ലത് ഭയങ്കര കറുത്ത നുണ. പച്ചക്കള്ളെന്ന് പറയരുത് കേട്ടോ. പച്ച പറഞ്ഞാൽ പച്ചക്കുപ്പൻ്റെ കളറാണ്, അതിൻ്റെ കൂടെ കള്ളം എന്നുള്ള വാക്ക് ചേർക്കാൻ പറ്റൂല. പച്ചൻ്റെ കൂടെ ഹൈറായ വാക്കേ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറുത്ത നുണാന്ന് പറഞ്ഞാൽ മതി. പച്ച മനുഷ്യന്ന് കേട്ടില്ല നിങ്ങൾ? അതെന്താണ്? പച്ചക്കുപ്പയായിട്ട് കണക്ഷനുള്ള മനുഷ്യൻ എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളിൽ നിന്ന് പാവത്തരം എന്ന് നമ്മൾ പറയുന്ന തവാലം ഉണ്ടാവും. കാരണം തവാലം ഉള്ളവനെ ഹബീബിൻ്റെ നൂറ് അയാളിൽ പ്രവേശിക്കുക വേറെ ലോകമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്തായിരുന്നു? നമ്മൾ ചർച്ച എന്തായിരുന്നു? നമ്മളെന്താ പറഞ്ഞു വന്നത്? അധ്വാനത്തിൻ്റെ വില. ഞാൻ ചർച്ച ചെയ്ത് അങ്ങോട്ട് പോകുന്നത് ആണുങ്ങൾ അധ്വാനിക്കുന്ന അധ്വാനല്ലേ, ആ അധ്വാനത്തിൻ്റെ വില കാണണം. അപ്പം എന്താ, ഈ വാപ്പന്മാരൊന്ന് അധ്വാനിക്കാൻ വേണ്ടി പുറത്തു പോകുന്ന സമയത്ത് പിന്നെ ഉമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾ ഭർത്താവ് നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് ശരി, അംഗീകരിച്ചു. പക്ഷെ മക്കൾ അതിൽ കൂട്ടാൻ പാടില്ല. അവരെന്ത് തെറ്റ് ചെയ്തു? പിന്നെ മക്കൾക്ക് ഭയങ്കര ബുദ്ധിയാണ്, അവർക്കിത് വേഗം മനസ്സിലാവും, പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞുതരാം. സാധാരണ ജോലി കഴിഞ്ഞ് വന്നാൽ ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് രണ്ട് വർത്താനമൊക്കെ പറയും. രണ്ട് വർത്താനം എന്ന് പറഞ്ഞാൽ രണ്ട് വർത്താനം അതല്ല, സ്നേഹത്തോടെ രണ്ട് വർത്താനം പറയുന്ന വാപ്പ ഒരു ദിവസം നേരെ ജോലി കഴിഞ്ഞിട്ട് ബെഡ്റൂമൊക്കെ പോയത്. അപ്പോൾ ഉമ്മാൻ്റെ മുഖം ഭാര്യൻ്റെ മുഖം നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് മനസ്സിലായി സംഗതി എന്തോ പണി പാളിയെന്ന് മനസ്സിലായി. ആ മോനിങ്ങനെ വന്ന് ചോദിക്കും, എന്താണ് നല്ല മഴക്കാറുണ്ടല്ലോ, ഇടിവെട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ വിചാരിക്കും ഓനൊന്നും മനസ്സിലാവില്ല. ഓന് മനസ്സിലാവില്ലേ? ഇവർ ചോദ്യം ചോദിക്കും, നിങ്ങൾക്കാണോ നിങ്ങളെ കുട്ടിക്കാണോ ബുദ്ധി കൂടുതൽ? പക്ഷേ എൻ്റെ കുട്ടിക്ക് തന്നെയാണോ എന്ന് പറയും. അത് അങ്ങനെയാണ്. അത് ഓരോ തലമുറ അങ്ങനെ മാറുന്നതിനനുസരിച്ച് അവരുടെ ഇൻ്റലക്ച്വൽ ലെവലിൽ പക്വത അനുഭവ സമ്പത്തൊക്കെ മുതിർന്നവർക്ക് ഉണ്ടാവുക. അതേസമയം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കുട്ടികളിൽ കൂടും. അതുകൊണ്ട് കൂടെയാണ് ലാ തുഹല്ലിഖു അഖ്ലാഖക്കും ഔലാദക്കും ഫഇന്നഹു ലിഗൈരി സമനിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളെ മക്കൾ ന്യൂ ജനറേഷനാണ്, അവരെ നിങ്ങളെ പണ്ടത്തെ പഠിപ്പിക്കേണ്ട എന്നതിനർത്ഥമുണ്ട്. ആ ഹദീസിന് എന്തൊക്കെ അർത്ഥങ്ങൾ? ഒരു ഹദീസിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ലാ തുഹല്ലിഖു അഖ്ലാഖ ഔലാദക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളാ പണ്ടത്തെ അത് മക്കളെ പഠിപ്പിക്കല്ലേ. അവർ അടുത്ത ജനറേഷൻ ഗൈരി സമനിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദേ ആർ മെമ്പേഴ്സ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു വന്നത് മക്കൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഉദ്ദേശം എന്താണെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് മക്കളെ തൽക്കാലം അറിയിക്കല്ലേ. അത് നിങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് മനുഷ്യന്മാരല്ലേ, സ്വാഭാവികം. ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, സൗന്ദര്യമടക്കം ഉണ്ടാവും. അടിയും കുത്തും ബഹളമൊന്നും ഉണ്ടാവാറില്ല. ഇപ്പം ചില പെണ്ണുങ്ങളൊക്കെ ബ്ലാക്ക് ബെൽറ്റൊക്കെ പഠിച്ചിന്. അല്ലാഹു ആണുങ്ങൾക്ക് ആരോഗ്യം നന്നാക്കി തരട്ടെ. പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാനുള്ള ആൾക്കാർ ശ്രദ്ധിച്ചോളൂ. എല്ലാം ചോദിക്കുന്ന കൂട്ടത്തിൽ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നും കൂടി ചോദിച്ചോളണ്ട് കേട്ടോ. അങ്ങനെ ചില എൻ്റെ അടുത്ത് വന്നു, പാരനോട് ഇടി കിട്ടിയിട്ട് മൂക്കിൻ്റെ പാലൊക്കെ പൊട്ടി. പണ്ട് മൂരാട് പാലം പൊട്ടിയിട്ട് അവിടെ നന്നാക്കിയിട്ട് പുതിയ പാലം, വടകര മൂരാട് പാലല്ലേ, അതൊക്കെ പാലൊക്കെ പൊട്ടിയിട്ട് പുതിയ വന്നോടെ അത് ഓപ്പണായി. നമ്മളെ മൂക്കിൻ്റെ പാലം പൊട്ടിയാൽ ഭയങ്കര ഇടങ്ങാറാത്. പിന്നെ സംസാരിക്കുമ്പോൾ അങ്ങനെ ആക്കേണ്ടി വരും. വലിയ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. ചില പെണ്ണ് ഈ സ്കൂളിൽ തൈക്കോണ്ടോ
കരാട്ടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പഠിപ്പിക്കുന്നില്ലേ, അതിലൊക്കെ പോയിട്ട് കരാട്ടൊക്കെ എടുത്തിട്ട് വരികയാണ് പെണ്ണ്. പെണ്ണിനോട് വാപ്പ പറഞ്ഞിട്ടുണ്ട്, ഈ എന്ത് ഒന്നും നോക്കണ്ടോ, നല്ല കൊടുത്തോണ്ട് ബാക്കി നമുക്ക് നോക്കാം. കാരണം ഈ പെണ്ണുങ്ങൾ ആണുങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ കേസൊക്കെ വരുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് അനുകൂലമാവത്രേ. വല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ അവസ്ഥ ഉണ്ട്. ഈ കേരളത്തിൽ പീഡനങ്ങളില്ല, ഈ സംഗതികളില്ല, ഈ റേപ്പ് കേസുകൾ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, എങ്ങനെ ഇപ്പോൾ നടക്കുന്നത്. കൊല്ലത്ത് കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു, പത്തനംതിട്ട കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു, പിന്നെ കോട്ടയത്ത് കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു, വയനാട് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഈ പെണ്ണ് ഇത്ര പാവം, ഇത് എന്തിനാണ് കൊണ്ടുപോകണമെന്ന് അറിയില്ല ഈ സാധുവിന്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സമ്മതത്തോടെ ചെയ്ത, പിന്നെ തെറ്റിയപ്പോൾ കേസായതാ. എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഹൈക്കോർട്ടിലോ മറ്റെന്തെങ്കിലും അത് വരും. നിങ്ങളെ സംഗതികളൊക്കെ കഴിഞ്ഞിട്ട് തെറ്റുമ്പോൾ കേസാക്കുന്ന പരിപാടി പറ്റൂല. കേസാണെങ്കിൽ ആദ്യം തന്നെ രണ്ടാമത്തെ കൂട്ടില്ല, ഫസ്റ്റത്തത് മാത്രമേ റേപ്പായിട്ട് കൂട്ടുള്ളൂ എന്ന് പറയുന്ന എന്തെങ്കിലും നിയമം വരാൻ സാധ്യതയുണ്ട്. ഇത് പാവപ്പെട്ട ആണുങ്ങളെ പെണ്ണുങ്ങൾ കൊടുക്കുകയാണ്, രണ്ടു കൂട്ടരും തെറ്റ് ചെയ്യുക. അപ്പോൾ ഇവരുടെ അധ്വാനത്തെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. അപ്പോൾ നല്ല നല്ല സ്നേഹത്തോടെ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലൊരു കഥ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, മൂപ്പർ ലൈഫിൽ ഒറിജിനൽ ഉണ്ടായ ഒരു സംഭവം മൂപ്പർ പറയുന്നുണ്ട്, മൂപ്പർ ആത്മകഥയെ പറയുന്നുണ്ട്. മൂപ്പർ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മൂപ്പരുടെ വാപ്പയും ഉമ്മയും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ ഉമ്മ ചപ്പാത്തി ചുട്ടു, ചപ്പാത്തി ഉണ്ടാക്കി, ചപ്പാത്തി എല്ലാം കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ വാപ്പയും APJ അബ്ദുൽ കലാം അങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. ഉമ്മ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ചപ്പാത്തികൾ കരിഞ്ഞ ചപ്പാത്തിയായിരുന്നു. അപ്പോൾ കലാമിൻ്റെ ഉപ്പ ആ കരിഞ്ഞ ചപ്പാത്തിയൊക്കെ അയാളുടെ പ്ലേറ്റ് കിട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കരിഞ്ഞ ചപ്പാത്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ആ കരിഞ്ഞ ചപ്പാത്തിയൊക്കെ കലാമിൻ്റെ ഉപ്പെടുത്തു. നല്ല ചപ്പാത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും കലാമിൻ്റെ ഉമ്മാക്കും കലാമിനും കൊടുത്തു. എന്നിട്ട് അവർ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ കലാം പറയാണ്, ചെറിയ കുട്ടിയായപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഉപ്പ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണോ എന്ന്. അപ്പോൾ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, മോനെ കരിഞ്ഞ ചപ്പാത്തി ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്? രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി, വീട് നോക്കി, അടിച്ചു പൊളിച്ച് ഭക്ഷണം ക്ഷീണിച്ച് അധ്വാനിച്ചതാണ് നിൻ്റെ ഉമ്മ. ചപ്പാത്തി ആരും ബോധപൂർവം എന്ത് ചെയ്യാറില്ല, കരിക്കാറില്ല അല്ലേ? ശരിയല്ലേ? ബോധപൂർവം ചായയിൽ മധുരം കുറയാത്തതുപോലെ, ബോധപൂർവം കറിയിൽ ഉപ്പ് കുറയാത്തതുപോലെ. നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? മനസ്സിലായിട്ടല്ലേ? അതുപോലെ തന്നെ ബോധപൂർവം ആരും ചപ്പാത്തി കരിക്കാറില്ല. അത് ആയിപ്പോയതാ മോനെ. ഞാനത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഉമ്മക്ക് വിഷമാവൂടാ, പാവാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ മഹത്വമാണ് അതിൻ്റെ അർത്ഥം. ഒരു തമ്മിൽ ഫുൾ ഹാപ്പിയാണെന്നാവില്ല. പക്ഷെ മക്കളോട് പറയുന്ന സമയത്ത് അതായിരിക്കണം പറയേണ്ടത്. ഒരു ഉമ്മ മക്കളോട് പറയേണ്ടത്, ഹൗ ഗ്രേറ്റ് ഈസ് യുവർ ഡാഡ് എന്ന് പറഞ്ഞു കൊടുക്കണം. മോനെ നിൻ്റെ ഉപ്പ എത്ര വലിയ ആളാടാന്ന് പറഞ്ഞു കൊടുക്കണം. അത് പദവിയോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടല്ല. എടാ നമ്മൾ സ്നേഹിക്കടാ. ആ ബാപ്പ ഇറങ്ങിപ്പോയത് എൻ്റെ കുട്ടി കണ്ടോ? ആ ബാപ്പഞ്ഞ് വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി ഓട്ടോറിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ മാഷായിട്ട് ജോലി ചെയ്യാൻ, കുട്ടികളിങ്ങനെ ക്ലാസ് എടുത്ത് ക്ഷീണിച്ച് ഇങ്ങനെ വരികയാണ്. എന്താ കാര്യം? നമുക്ക് വേണ്ടി വീടുണ്ടാക്കാനും അധ്വാനിക്കാനും വേണ്ടി പൈസ ഉണ്ടാക്കാൻ പോയതാടാ. അതുകൊണ്ട് ഉപ്പച്ചി വരുമ്പോൾ, ഉപ്പച്ചി പോകുന്ന സമയത്ത് ചെരുപ്പൊക്കെ ഒന്ന് എടുത്ത് കൊടുത്ത് ബാപ്പാൻ്റെ പൊരുത്തൊക്കെ എൻ്റെ കുട്ടി ഒന്ന് വാങ്ങണം. ബാപ്പ വരുമ്പോൾ ആ ബാഗൊക്കെ ഒന്ന് വാങ്ങി ഇപ്പാൻ്റെ റൂമിലൊക്കെ ഒന്ന് കൊണ്ടുവച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാപ്പാൻ്റെ പൊരുത്തം വാങ്ങാൻ വേണ്ടി ഉമ്മമാർ ശ്രദ്ധിക്കണം. അതേപോലെ തിരിച്ച് നമ്മൾ തമ്മിലൊന്ന് പ്രശ്നം വിചാരിച്ചാൽ ഇവിടെ കുട്ടികളോട് പറയാം, എടാ നിൻ്റെ തള്ള എന്ത് തള്ളയടാ, എടാ കുടുങ്ങിപ്പോയടാന്നൊന്നും പറയരുത്. ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാവും, എന്നാലും പറയാൻ പാടില്ല. ചിലപ്പോൾ ഭാര്യ വിചാരിക്കുന്നുണ്ടാവും പെട്ടുപോയിന്ന്. അള്ളാഹു മജ്ജാലിനാ നിങ്ങൾ തുറന്നില്ലേ കുറേ പെടുത്തനെ അത് നല്ലതിനാണ് തുറന്നത്. അള്ളാഹു മജ്ജാലിനാ തന്നെ ഉദാഹരണം എന്താണ്? പെടുത്തനെ അതിൻ്റെ എൻ്റെ ഉദ്ദേശം. പറയുമ്പോൾ നല്ലതേ പറയാവൂ. കാരണം മക്കൾ ഇതിനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പാവങ്ങളല്ലേ, അവരെന്ത് തെറ്റാ ചെയ്തത്? അപ്പം അവരോട് നല്ലത് പറയാം. ഈ മക്കളും മനസ്സിലാക്കേണ്ടത്, ഭാര്യ അല്ല ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ മാസൂമിയങ്ങളും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന ആളല്ലേ, ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ ഭാര്യയോട് പിണങ്ങാറുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. പരസ്യമായിട്ടല്ലേ പറയുന്നത്, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ കളവാ, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പിണങ്ങാറുണ്ട്, എൻ്റെ ഭാര്യ എന്നോട് പിണങ്ങാറുണ്ട്, ചിലപ്പോൾ ഗൗരവത്തിൽ അങ്ങോട്ടും കൂടി സംസാരിക്കാറുണ്ട്. അത് അവിടെ കഴിഞ്ഞാൽ കഴിയും. അല്ലാതെ അടിപിടി കുത്തും ബഹളം അതൊന്നും ഉണ്ടായിട്ടില്ല. അതിലേക്ക് നമ്മൾ എന്തുവരെ പോയിട്ടില്ല. നിങ്ങളും പോയിട്ടുണ്ടാവില്ല, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ, ഇടയ്ക്ക് പറഞ്ഞു തന്നെയാണ്. പിന്നെ കുറച്ച് കരാട്ടങ്ങളും പഠിച്ചു വെച്ചോളി. കരാട്ട കുറേ പഠിക്കണ്ട, ബ്ലോക്ക് ചെയ്യുന്ന എങ്ങനെ പഠിച്ചാൽ മതി. കാരണം മൂക്കിനൊക്കെ ഇത് കൊണ്ടിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഭാര്യ കൊണ്ട് ഇടി കൊണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഒരു മോശം. ആ ഡോക്ടർ ഇങ്ങനെ എന്താടോ ഈ എന്തോന്നറിയ ഇതൊക്കെ കുറച്ചൊരു മോശമല്ലേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇവർ കുറേ പഠിച്ചിട്ടുണ്ട്, പുതിയ തലമുറയിലൊക്കെ ഭയങ്കര സെറ്റപ്പാണ് ഇവർ. അതേസമയം പെൺകുട്ടികൾ ആ ഒരു ചെറിയ പ്രായം മുതലേ ഒരു 5-6 വയസ്സ് മുതൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് കച്ചറുണ്ടാക്കാനല്ല, ഒരു കോൺഫിഡൻസ് കൂടെ. നേരത്തെ പറഞ്ഞൊരു ബാക്കി മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ, മാർഷ്യൽ ആർട്സ് മക്കളെ പഠിപ്പിക്കണം.
അത് പഠിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കണത് മോനെ കച്ചറ ഉണ്ടാക്കാനല്ല കേട്ടോ എന്ന്. ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും കാണിച്ചാൽ മോനെ ഇടിക്കാനല്ല, അത് ഇടിക്കാതിരിക്കാനാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇടിക്കാതിരിക്കാനാണ് ഈ പഠിക്കുന്നത്. ഇടിക്കാതിരിക്കാൻ പഠിക്കേ, പഠിക്കണ ഇടിക്കാനല്ലേ? എന്തിനാ ഇടിക്കാതിരിക്കാൻ? നിങ്ങൾ പറ, അപ്പോൾ ഇടിക്കാനാണ് പഠിക്കുന്നത്, ഇടിക്കാതിരിക്കാനാണ് പഠിക്കുന്നത്? അതൊരു കോൺഫിഡൻസാണ്. ഞാനിങ്ങനെ ഇടിച്ചാൽ തടുക്കണ്ടേ, ബ്ലോക്ക് പഠിക്കണ്ടേ? അതിന് പഠിച്ചാൽ മതി. അപ്പം പെൺകുട്ടികളെ കുറിച്ച് പഠിപ്പിക്കാൻ നല്ലതാണ്. ഇന്നത്തെ കാലമല്ല, ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ ഒരു ബ്ലോക്കോ ഒരു ഇടിയോ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തോളും? പെൺകുട്ടി അത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ കുറച്ച് ഫിസിക്കലി ഒരു ഫിറ്റ് ആവാനും ജിമ്മിനെ ഞാൻ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാറില്ല. അതിന് വേറെ കുറേ വശങ്ങളുണ്ട് അതിൽ. അതിനേക്കാൾ നല്ലത് ആയോധന കല പഠിക്കലാണ്. മറ്റേ ഇങ്ങനെ മസിലും വീർപ്പിച്ചിട്ട് ഒരു ചെറിയൊരു സാധനം മാത്രം ഇട്ടിട്ട് അവർക്കൊക്കെ കാണിച്ച് ഇങ്ങനെ സ്റ്റേജിൽ പോയി നിൽക്കാനാണ് മറ്റത്. ഇതങ്ങനല്ല. ആയോധന കല പഠിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ചെയ്യും, ബോഡിയൊക്കെ ഫിറ്റ് ആവും, എക്സസൈസ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. ഇനി വേണമെങ്കിൽ അതൊരു ജീവിതമാർഗ്ഗമായിട്ട് കളരി പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരില്ലേ, തൈക്കോണ്ട പഠിപ്പിക്കുന്ന മാഷന്മാരില്ലേ, അതൊരു ജീവിത മാർഗ്ഗമാണത്. ആ രീതിയിലൊക്കെ വേണമെങ്കിൽ നല്ല ഹൈറായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ സംഭവം പെൺകുട്ടികളും പഠിക്കണം ചെറിയ പ്രായത്തിൽ. മറ്റേ പറയുന്നില്ല, ഇവിടെ അടുത്തൊരു കേസുകൾ ഈ പരിസരത്ത് കണ്ടതാണ്. മറ്റേ പുരുഷന്മാരുടെ അടുത്തേക്ക് പഠിക്കാൻ പോയിട്ടുണ്ടാകുന്ന തൊടലും ഞാൻ തൊട്ടാൽ നിൻ്റെ ഇവിടെ അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ട് അതിൽ, ഞാൻ വിശദീകരിച്ച് കിടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങി പൂർത്തിയാക്കാത്തുണ്ട്. അതെന്താ? സ്ത്രീകൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇടപെടുന്ന കാലം പൂർത്തിയാക്കിയില്ലല്ലോ. നിങ്ങളത് പോയി വിചാരിച്ചിട്ട് സമാധാനം അൽഹംദുലില്ലാ മുപ്പര് മറന്നു വിചാരിച്ചേക്കെ. എന്ത് മറന്നാൽ അത് മാത്രം ഞാൻ മറക്കൂല, കാരണം അത്രമാത്രം വിഷയമാണത്. പെണ്ണുങ്ങളെ പണി എന്താണെന്നറിയോ? അത്യാവശ്യം പണി വേഗം തീർത്തിട്ട് റൂമിൽ പോയിട്ട്, പണ്ടൊക്കെ പെണ്ണുങ്ങൾ ചെയ്തിരുന്നത് റൂമിൽ പോയിട്ട് എന്താ പറഞ്ഞേ, ഖുർആൻ തോണ്ടലായിരുന്നു പറഞ്ഞില്ലേ? ഇപ്പോൾ പണി ഇത് തോണ്ടലാണ്. എന്തൊക്കെയാണെന്നും കൂടി പറഞ്ഞുതരാം. ടോട്ടലി പറയല്ല ഞാൻ, അതിൽ സ്പെസിഫിക് ആയിട്ട് പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ. പെണ്ണുങ്ങൾ ഒന്ന് നോക്കുന്നത്, കുറേ ആൾക്കാരെ മെയിനായിട്ട് ഇവർ നോക്കുന്നത് സ്റ്റാറ്റസ് പാളി നോക്കികളാണ്. സ്റ്റാറ്റസ് നോക്കണം കുറേ ആൾക്കാർ. സ്റ്റാറ്റസ് ജസീറ ഭർത്താവിൻ്റെ കൂടെ ഊട്ടി പോയി, എന്നിട്ട് അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ട്, മറ്റേ ഫർസാൻ അവിടെ പോയി, മറ്റെവിടെ പോയി, ഇത് പറഞ്ഞിട്ട് അവരൊക്കെ നല്ല ഭർത്താക്കന്മാരാണ്, എത്ര തിരക്കുണ്ടെങ്കിലും ഭാര്യമാർ അവിടെ കൊണ്ടുപോകും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഭർത്താക്കന്മാർ ഭാര്യമാരവിടെ കൊണ്ടുപോകരുതെന്നല്ല, കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഞാനല്ല, സീറൂഫിൽ ഖുറാനിൽ പറഞ്ഞല്ലേ. യാത്ര പോകണം. നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കിയേ, യാത്ര പോകാത്ത മഹാന്മാരില്ല, ആരും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു യാത്ര പോയിട്ടില്ല. എന്താ കാരണം? മദീന വിട്ട് പോകാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഫർളായ ഹജ്ജിന് മാത്രമാണ് പോയത്, അല്ലാതെ മദീന വിട്ട് പോയിട്ടില്ല. എൻ്റെ ഹബീബിൻ്റെ മദീന വിട്ട് എനിക്ക് പോകാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പോയിട്ടില്ല. അല്ലാതെ ഏത് ഇമാമിയങ്ങളെ എടുത്ത് നോക്കി എല്ലാവരും യാത്ര പോയതാ. യാത്ര പോകണം, ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ഒന്നിച്ച് യാത്ര പോകണം. നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ചാടി കളിച്ചിട്ട് അതിങ്ങനെ നോക്കി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ കാത്തുനിന്ന് അവിടെ പോകണ്ട. നല്ല നീ വല്ല പൂളിൽ ചാടി കുളിക്കുന്നത് തെറ്റല്ല, പക്ഷേ വേറെ ആരും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു പൂളും കൊണ്ട് റെൻറ്റിനെടുത്തോളി. എന്നിട്ട് അവിടെ കാണൽ ഹലാലായ വാപ്പയമ്മയും കുട്ടികൾ മാത്രമാണെങ്കിൽ അവിടെ നിന്നോളി. എന്നിട്ട് പൂളിലൊക്കെ ഒന്ന് ചാടി കുളിക്കുക. അല്ലാതെ വേറെ ആണുങ്ങൾ ഈ നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് പറയുക, ഒരു ആണിൻ്റെ സെക്ഷൽ സ്റ്റിമുലേഷൻ ഓപ്പൺ ആവുന്നത് വിഷ്വൽ സ്റ്റിമുലേഷനിലൂടെയാണ്. അതുകൊണ്ട് മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് അതിനെ എതിർത്തിട്ട് കാര്യമില്ല, അത് സയൻസാണത്. കാരണം വിഷ്വൽ സ്റ്റിമുലേഷൻ ഒരു ആണിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹോർമോണൽ ആക്ടിവേഷൻ സംഭവിക്കുന്നുണ്ട് ബോഡിയിൽ. അത് ബോഡിയിൽ നടന്നു കഴിഞ്ഞാൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണോട് ആക്റ്റീവ് ആകുന്നുണ്ട്. അത് ആക്റ്റീവായി കഴിഞ്ഞാൽ ഈ പെണ്ണിനെ നോക്കിയിട്ട് അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ വേറെ വല്ല പ്രവർത്തനം ചെയ്യണം എന്നുള്ള തെറ്റായ ചിന്ത ഈ ആണിലുണ്ടാകും. അതുകൊണ്ടാണ് ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന നല്ല യാത്രകൾ പോകണം. പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക കൂട്ടത്തിൽ, ഈ യാത്രകൾ പോകുന്നവരൊക്കെ ഫുൾ ഹാപ്പി ആണെന്നും കൂടി വിചാരിക്കരുത്. ചില കുടുംബങ്ങൾ യാത്ര പോകുന്നത് തന്നെ തല്ല് തീർക്കാനാണ്. സത്യം പറയാൻ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഒരാളല്ലേ, ആളെ പേരൊന്നും ഞാൻ പറയാതെ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു പക്ഷേ കാണുന്നവരുണ്ടെങ്കിൽ ഭയങ്കര ലവായിട്ട് അവിടെയും ഇവിടെ യാത്ര പോയി ഇതായി ഷോപ്പിങ്ങിനൊക്കെ പോയി കാണുന്ന കുറേ കപ്പിൾസ് ഉണ്ട്. അതിൽപ്പെട്ട പലരും എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ സാധനങ്ങൾ കാണാറില്ല. ഇവരിങ്ങനെ ബാഗും ഇത് കാണാൻ പണി. എനിക്ക് ഇവിടെ വേറെ എന്തൊക്കെ പണിയുണ്ട്? ഒട്ടത്തരം എന്നല്ല എന്തായാലും പറയാം. ഒരാൾ പറയാം, ഞങ്ങൾ മാളിൽ പോയപ്പോൾ എന്താ അവിടെ എത്തി. അതിപ്പോൾ എന്താ ഒരു 15 വീഡിയോ നമ്മൾ പാവപ്പെട്ടവൾ കാണുന്ന ആവശ്യം എന്താ? ഞങ്ങൾ പിന്നെ തോട്ടിൽ കുളിച്ചപ്പോൾ എന്താ തോട്ടിൽ ചാടിയ അതിൽ വല്ല പോയിൻ്റ് ഉണ്ടെങ്കിൽ കാണണം. എങ്ങനെ തോട്ടിൽ ചാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ. ഒരു ഉദാഹരണമായി, മാളിൽ പോകുമ്പോൾ പൈസ കാലിയാവാതെ നമ്മുടെ പർച്ചേസിൽ ശ്രദ്ധിക്കേണ്ട 8 പോയിന്റ് അതിൻ്റെ കാണണം. ഇവർ വെറുതെ ഇങ്ങനെ പോയത് ഓരിങ്ങനെ കടിച്ച് ഇങ്ങനെ തിന്നണത് ഇതിങ്ങനെ കണ്ടു തീർക്കല എന്നിട്ട് ഉളുപ്പില്ല. അല്ല, ഞാൻ ഈ ചങ്ങായിമാരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഓരോ പ്രേക്ഷകനും എന്ത് ചെയ്യണം, നിങ്ങൾ ബ്രോസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഓരോ ബ്രോസ്റ്റ് പാർസൽ കൊടുക്കണം. അല്ലാതെ എന്ത് മാന്യതല്ല, ഓനത് ബ്രോസ്റ്റ് തിന്ന് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുക, അടുത്ത ബ്രോസ്റ്റ് തിന്നാൻ പോവുക.
ഇത് രസമല്ല, ഞാൻ പറഞ്ഞു വന്ന വിഷയം. ഇവർ ഒരു കാര്യം കൂട്ടത്തിൽ പറയട്ടെ കേട്ടോ, ഈ ഭക്ഷണം കഴിച്ചതും അതൊന്നും സ്റ്റാറ്റസ് വെക്കരുത് ദയവായി. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ നല്ല കപ്സ് ഉണ്ടാക്കി, അതേപോലെ കേക്ക് ഉണ്ടാക്കി. ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങളൊരു പണി കേക്ക് ഉണ്ടാക്കലേ. ഇപ്പോൾ കേക്കുമെന്ന് വിട്ടണമെന്ന് സംശയമുണ്ട്. വേറെ കുറേ സാധനങ്ങളാണ് ഇപ്പോൾ, വേറെ വെറൈറ്റികൾ ഉണ്ടാക്കുക. യൂട്യൂബ് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കുക. എന്താണ് പണി? ഇത് സ്റ്റാറ്റസ് വെക്കരുത്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത് കാണുന്ന നിങ്ങളെ കുടുംബത്തിലെ യത്തീം മക്കളായ ഒരു കുടുംബം ഉണ്ടാവില്ലേ ചിലപ്പോൾ, അല്ല ഉണ്ടാവില്ലേ? അവർക്ക് അവരെ വാപ്പ ചിലപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാവപ്പെട്ട കുടുംബമായിരിക്കാം. അവർക്ക് ഈ ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള തൗഫീക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ സങ്കടപ്പെടൂലേ? എന്തിനാണ് ഈ ഭക്ഷണം കഴിച്ചൊക്കെ സ്റ്റാറ്റസ് വെക്കുക? ഒരാൾക്കൊരു ഉപകാരമുള്ള ഹൈറായ കാര്യമല്ലേ സ്റ്റാറ്റസ് വെക്കേണ്ടത്? അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എഴുതുക എന്ത്, ഈ പോസ്റ്റ് കാണുന്ന എന്നോട് പ്രതികരിക്കുന്ന എല്ലാവർക്കും ഇതേ ഭക്ഷണം ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതൊരു നല്ല മാന്യമായൊരു മാതൃകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്റ്റാറ്റസിൽ കാണുന്നവരൊക്കെ ഫുൾ ഹാപ്പിയാണെന്ന് വിചാരിക്കരുത്. ഇപ്പം എൻ്റെ അടുത്ത് വന്നു, ഞാൻ പറഞ്ഞു സ്ഥിരമായി ഇങ്ങനെ വീഡിയോസ് വ്ളോഗ് ചെയ്യുന്ന ചില കപ്പിൾസ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ വ്ളോഗൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു കാണിച്ചു തരും, ഇങ്ങനെ നോക്കൂ. അപ്പോൾ നോക്കുമ്പോൾ ഇത് നിങ്ങളെന്നല്ലേ എന്ന് വെച്ചു. അതെ. നിങ്ങൾ ഫുൾ ഹാപ്പിയാണല്ലോ, ഇവിടെ വന്നാൽ എന്തിനാന്ന് നോക്കൂ. അത് വീഡിയോയിൽ മാത്രമേ ഹാപ്പിയുള്ളൂ, ഒറിജിനൽ ലൈഫിൽ ഹാപ്പി ഇല്ല എന്ന് പറയും. ഫുള്ള് പ്രശ്നമാണിത്. തലാഖിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ അടുത്ത വീഡിയോയിലും ഹായ് ഡിയർ വൺസ് അഗൈൻ ഫണ്ടാന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. നമ്മൾ വിചാരിക്കും ഇവർ ഫുള്ള് എന്നിട്ട് അതിന് താഴെ കുറേ പെണ്ണുങ്ങൾ കമൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്, ഇതുപോലെയുള്ള ജീവിതമൊക്കെ ആയിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത്. അല്ലാ പഠിച്ചോനെ, അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലേ? മനസ്സിലാവും നിങ്ങൾക്ക്? നീട്ടി വീർപ്പാണത്. എൻ്റെ ജീവിതം കൊളായിന്ന അതിൻ്റെ അർത്ഥം. ആ ആൾക്കാരെ ഒറിജിനൽ അവസ്ഥ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. എൻ്റെ അടുത്ത് പലരും വന്നതുകൊണ്ട് ഹക്ക് പറയാൻ ഞാൻ. എൻ്റെ ഒരു കൂട്ടത്തിലൊരു പറയും, സാറേ പുറത്ത് പറയരുതിട്ടോന്ന് പറയും. ഞാൻ പറയും നിങ്ങളെ പേര് പറയില്ല, സംഗതി ഞാൻ പറയുന്ന പറയും. പേര് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളെ പേര് പറയൂല, പക്ഷേ സംഗതി ഞാൻ പുറത്ത് പറയും. മറ്റുള്ളവർക്ക് പാടുണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല എന്ന് പറയും. അത് ആരാന്ന് ആർക്കും അറിയില്ലല്ലോ. അത്ര കഷ്ടമാണ് പറയുന്നത്. അത് ചിലത് ഡൈവോഴ്സ് ആയ കേസുണ്ട് ഇപ്പോൾ. അപ്പോൾ ചില വീഡിയോസ് പുതിയത് വരുന്നില്ല ചില ആൾക്കാരത്. അത് കണ്ടിട്ട് എല്ലാം റെഡിയാണെന്ന് വിചാരിക്കരുത്. എന്നിട്ട് അതേപോലെ എന്നിട്ട് ചില പെണ്ണുങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യും, ഞാൻ ഇങ്ങനെയുള്ള നല്ലൊരു ഭർത്താവിനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അവരവസ്ഥയാണ് ഈ പറയുന്നത്. ഒറിജിനൽ ലൈഫിൽ 5 പൈസക്ക് പറ്റൂല അങ്ങനെയുള്ള ചില ആൾക്കാരെ. ഇനി എൻ്റെ കാര്യം പറഞ്ഞുതരാം. ഭാര്യയോട് ഭർത്താവ് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ. ആ വീഡിയോൻ്റെ താഴെ ചില പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്യും, ഇയാളുടെ ഭാര്യ എന്തൊരു ഭാഗ്യവതി. ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമോ? നിങ്ങളാരും എൻ്റെ ഭാര്യനെ വിളിച്ച് ചോദിക്കണോ എന്താ അവസ്ഥ? അപ്പോൾ അവൾ പറയാണ്, അതൊക്കെ വീഡിയോയിൽ കാണുന്നതൊക്കെ തന്നെ ഉള്ളൂ, വീട്ടിലൊക്കെ മഹാ കഷ്ടമാണ്. ഉലായിക്കൽ ഹോ എന്ന് ശബ്ദം ഉണ്ടാക്കലാരാ? അന്നാമല്ലേ? ഉലായിക്കൽ അന്നാം ബൽഹും അതല്ല, അങ്ങനെയൊക്കെയാണ് വീട്ടിൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ പോലും അതിന് ശരിയായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഉറപ്പിക്കാൻ പറ്റൂല നമുക്ക്. ഇതിലൊക്കെ ഒരു ചിന്തയൊക്കെ നമുക്ക് വേണം. അപ്പോൾ നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ പ്രായമുള്ള മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് തമാശയും കളിയും ചിരിയൊക്കെ ആയിരിക്കുന്ന സമയങ്ങൾ വേണം. പിന്നെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും മാത്രം യാത്ര പോയി കൂടണ്ട. ചില യാത്രകൾക്ക് ഉമ്മാനി ബാപ്പാനെയൊക്കെ കൊണ്ടുപോകാം. അത് അടുത്ത യാത്രക്ക് അടുത്തുള്ള സ്ഥലത്ത് പോയാൽ മതി. അവർക്ക് ദൂരെ പോകാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. ഒരു ബേപ്പൂർക്ക് ഇവിടുന്നൊക്കെ ആണെങ്കിൽ ഉദാഹരണം പറയാം, ഈ നാട്ടിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ ബേപ്പൂരിലേക്ക് കൊണ്ടുപോകാം. ഇനി വയനാട്ടിൽ നിന്ന് എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത് എനിക്കറിയില്ല, വയനാട്ടിൻ്റെ അപ്പുറത്ത് കെൻഡിൽ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഒരു ചെറിയ ചെറിയ യാത്രകൾക്ക് ബാപ്പാനും ഉമ്മാനൊക്കെ കൊണ്ടുപോകാം. അല്ലാത്ത യാത്രകൾക്ക് ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുപോകാം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടത്തിൽ പറയാം. ചില ആണുങ്ങളുണ്ട്, അത് ഈ കുടുംബത്തിലുണ്ടോ എനിക്കറിയില്ല, അവരെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ കൂടെ മസനഗുടി വഴി ഖബർ വഴി മത്സര വഴി സ്വർഗത്തേക്കൊരു യാത്ര ഉണ്ട്, കാത്തു സൂക്ഷിച്ചോളി. മസനഗുടി വഴി ഊട്ടിക്ക് ഞാൻ പറയില്ല, അതല്ല, പിന്നെ ദുബായ് വഴി മദീനത്തേക്കൊരു യാത്ര ഉണ്ട്, അതാണ് അവിടെ നമ്മളെ ഡ്രീം. മസനഗുടി വഴി ഊട്ടി. ഇനി മസനഗുഡിക്ക് ഊട്ടിക്ക് പോകണത് തെറ്റല്ല. എങ്ങനെ പോകണം? യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആ അർത്ഥത്തിൽ നിങ്ങൾ പോയി ആ യാത്ര ഇബാദത്താ. അങ്ങനെ പോകാനാണ് സിറൂഫിലി പറഞ്ഞത്. ഇങ്ങനെ അന്തം വിട്ടിട്ട് നിസ്കാരം കഥാക്കിയിട്ട് കുറേ യാത്രയും പോയിട്ട് എന്താ കൊണ്ട് കാര്യം? കല്യാണത്തിൻ്റെ ഇതിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒരു ഹാളാണെങ്കിൽ ഉദാഹരണം പറയാം, ഇതൊരു കല്യാണത്തിൻ്റെ ഹാളാണ്, കല്യാണ സദസ്സാന്ന് കൂട്ടിക്കോ. ഈ കല്യാണ സദസ്സിൽ ഇവിടെ ഞാൻ കല്യാണം കേൾക്കുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെ കാണൽ ഹലാലായവരും ഹറാമായവരും എല്ലാവരും ഉണ്ടാവും ഈ ആണുങ്ങൾ ഈ സദസ്സിൽ. എന്നിട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനെ ഇതിങ്ങനെ ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് അതല്ല രസം. അത് എല്ലാവരും സ്വർഗത്ത് പോയിക്കൊള്ളുന്നില്ല. സ്വർഗത്തിൽ ഫുള്ളായ പിന്നെ എന്താ ചെയ്യുക, വേറെ വിഷയമല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തൊള്ള കാട്ടിയിട്ടേ ഈ എൻ്റെ ഭാര്യനെ കാണൽ ഹലാലായവനും ഹറാമായവരും ഉണ്ടാവില്ലേ,
എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായിട്ട് പറഞ്ഞ കല്യാണം, ആ കല്യാണത്തിൻ്റെ അന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് മൊത്തം ഇങ്ങനെ വെള്ളം അങ്ങനെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ പെണ്ണ് ളുഹർ സ്കരിച്ചിട്ടുണ്ടാവില്ല, അസർ സ്കരിച്ചിട്ടുണ്ടാവില്ല, മഗ്‌രിബ് സ്കരിച്ച് ഉണ്ടെങ്കിൽ ഇശാ സ്കരിച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു. കാരണം പെയിൻ്റൊക്കെ പോകണ്ടേ, പെയിൻറ്റ് മൊത്തം പുട്ടിയൊക്കെ അടിച്ച് ആദ്യം പുട്ടിപ്പണിക്കാരൻ ആദ്യം വരണോ, പുട്ടിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ പെയിൻ്റ് വരണോ, അത് കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് വർക്കിൻ്റെ ആൾ വരണം. ഇവിടെ കറുപ്പ്, ഇവിടെ ഐലാഷ്, പിന്നെ ഇവിടെ വേറെ പെയിൻറ്റ്, പിന്നെ ഇവിടെ വേറെ പെയിൻറ്റ്, ഇവിടെ ചോപ്പടിക്കണം. മെയിൻ പണിക്കാരൻ പിന്നെ വരിക, ഫിനിഷിംഗ് വർക്കിൻ്റെ ആൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് പോക്കണമെങ്കിൽ ഇനി കഴുകാൻ വേണ്ടി വേറെ ടീമിന് വേറെ വിളിക്കേണ്ടി വരും, പെയിൻ്റൊക്കെ പോകണമെങ്കിൽ. എന്നിട്ടല്ല ഇപ്പോൾ നിസ്കാരം നടക്കുള്ളൂ. ഞാൻ അതിനെ വിമർശിക്കല്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉസ്താദന്മാരൊക്കെ വന്നിട്ട് പടച്ചോനെ സ്വർഗ്ഗം തരണേ അള്ളാഹ് എന്ന് പറയുമ്പോൾ ആമീൻ പറയരുത്. അതിനുള്ളൊരു ഉൾപ്പില്ല, ഒരു മാന്യത വേണ്ടേ. ഞാൻ ഇങ്ങനെയൊക്കെ നടന്നത് ഇത് കിട്ടൂല എന്നുള്ളൊരു തിരിച്ചറിവ് വേണ്ടേ. എന്നിട്ട് ഉൾപ്പില്ലാതെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഉൾപ്പില്ലാതെ ആമീനും പറയും അവിടെ നിന്നിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട സഹോദരിമാരെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക. എന്നിട്ട് പോയിൻ്റ് എന്താണെന്ന് അറിയോ, എന്നിട്ട് ഇങ്ങനെയൊക്കെ കല്യാണം നടന്ന് ലൂറും അസറൊക്കെ കലാക്കിയിട്ട് കണ്ട ആണുങ്ങൾ മുഴുവനും ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ പറയാണ് അതിലുണ്ടാകുന്ന കുട്ടികൾ സ്വാലീങ്ങളാവണം, നടക്കൂല. അതിലുണ്ടാകുന്ന അള്ള വിചാരിച്ചൊക്കെ നടക്കുക, വേറെ കാര്യം. ഇത് ആലമുൽ അസ്ബാബ, ഉസ്താമാർക്കറിയാം എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഇത് വിശദീകരിക്കുന്നില്ല. കാരണങ്ങളുടെ ഒരു ആലമാണിത്, ആലമുൽ അസ്ബാബ. ഇത് അതിനിവിടെ ഒരു റീസൺ വേണം. അള്ളാഹുക്ക് റീസൺ വേണ്ട ആവശ്യമില്ല, പക്ഷേ ആലമുൽ അസ്ബാബാണിത്. ഒരു കാരണം വേണ്ടേ. നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ എന്നിട്ട് 501 രൂപ നേർച്ചേക്കാം മോൻ്റെ സ്വഭാവം നന്നാവാൻ. മോൻ്റെ എന്താ MDMA അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പെണ്ണിൻ്റെ കല്യാണത്തിൻ്റെ ഒന്ന് കണ്ടാണെങ്കിൽ മുമ്പിൽ മുഴുവൻ നിന്ന് എന്നിട്ട് അന്ന് 100 അസർ കലാക്കിയിട്ട് കല്യാണം നടത്തി വന്നതാ. എന്നിട്ട് അതിലുണ്ടാകുന്ന കുട്ടി 15 വയസ്സാകുമ്പോൾ MDMA അടിക്കാതിരുന്നാലല്ലേ കൗൺസിലിംഗ് കൊണ്ടുവരേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് ചില്ലറ കാര്യമല്ല. ഇത് 15 വയസ്സുള്ള കുട്ടികളാണ് ഇപ്പോൾ MDMAക്ക് കൊണ്ടുവരുന്നത്, MDMAൻ്റെ വിഷയത്തിൽ കൊണ്ടുവരുന്നത്. ഒറ്റ വാക്ക് ഞാൻ പറയാം വിഷയത്തിൽ, ഞാൻ അവസാനിപ്പിക്കാൻ പോകണം. ഒറ്റ വാക്ക് MDMA കുറിച്ച് വാക്ക്. എനിക്ക് 2 കാര്യം 2 പോയിന്റ് പറയാനുണ്ട്, ചെറിയ പോയിന്റ് ഞാൻ പറഞ്ഞു നിർത്തും ഇൻഷാ അല്ലാഹ്. MDMAയുടെ കാര്യം നിങ്ങൾക്ക് പറയാനുള്ള കുട്ടികൾ ശ്രദ്ധിക്കണം, അവിടെ പഠിക്കുന്ന മക്കൾ ശ്രദ്ധിക്കണം. പണ്ടത്തെ കാലത്ത് MDMA എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയുന്ന സാധനം വന്നിരുന്നത് മയക്കുമരുന്ന് എന്ന പേരിലായിരുന്നു. ഇപ്പം മയക്കുമരുന്ന് എന്ന പേരിലല്ല വരുന്നത്. അതാ രസോ. എപ്പോഴും പല വേദിയിൽ ഞാൻ പറഞ്ഞ ഒരു അനുഭവം പറയാം. ഒരു ചങ്ങാതി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നു, 14 വയസ്സുള്ള ചങ്ങാതി. ആ 14 വയസ്സുള്ള ചങ്ങാതി ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഓട്ട മത്സരത്തിൽ നല്ല ഉഷാറ് കിട്ടാൻ വേണ്ടി ഓൻ്റെ ഒരു സുഹൃത്ത് ഒരു സാധനം കൊടുത്തു, ഇത് കഴിച്ചിട്ട് ഓടിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ വല്ല ഗ്ലൂക്കോസ് പൊടിയോ മറ്റോ ആയിരിക്കും എന്ന് വിചാരിച്ച് അത് കഴിച്ചിട്ട് ഓടി. അപ്പോൾ സംഭവം എന്താ, ഇത് MDMA സാധനം കൊടുത്തത് ഇവൻ. അതാ കൊടുത്ത് ചങ്ങായിക്കും അറിയില്ല അത് MDMA ആണെന്നുള്ളത്. ബാക്കിൽ നിന്ന് വേറെ ആൾ ഇവനെ പറ്റിച്ചതാ. എന്നിട്ട് ഓട്ട മത്സരമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചു വെച്ച് പിന്നെ വേണം അവന് ഈ സാധനം വേണം. അപ്പോഴും മനസ്സിലാക്കിയതാണ് അത് MDMA ആണെന്നുള്ളത്. 13 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളുടെ കയ്യിൽ MDMA നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിളാണ്. ഇതൊക്കെ ഒന്ന് മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഈ സാധനമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മക്കളും പാപ്പയും ഉമ്മയും ഒന്നിച്ചിരിക്കുന്ന സമയം വേണ്ടേ. അതില്ല. ഉമ്മ ഒരു ഭാഗത്ത് തോണ്ടുക, പാപ്പ വേറൊരു ഭാഗത്ത് തോണ്ടുക, എല്ലാവരും അവൻ്റെ മോനെന്ത് ചെയ്ത് വല്യമ്മാൻ്റെ ഫോണെടുത്ത് ഓനും തോണ്ടാൻ തുടങ്ങി. ഓനും തോണ്ടണ്ടേ, പാരമ്പര്യം കാത്ത് സൂക്ഷിക്കണ്ടേ, വേണ്ടേ, തോണ്ടൽ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കണ്ടേ. അപ്പോൾ ഓനും ഒരു മൊബൈൽ എടുത്ത് ഓൻ തോണ്ടാൻ തുടങ്ങി. ഓൻ ഉറ്റവനോട് കാര്യമുണ്ടോ. ഞങ്ങളുടെ മഹത്തായ തോണ്ടൽ മാതൃക നിലനിർത്തുന്ന മകന് സ്നേഹാശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോസ്റ്റ് വാങ്ങി കൊടുത്താളി. ഞാൻ വേദന കൊണ്ട് പറയാൻ എൻ്റെ സുഹൃത്തുക്കളെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ഇത് പറയാവുന്ന രീതിയിലാണ് മക്കൾ ജനിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്നത് ഫിത്തുറത്തായിട്ടാണ്. നഫ്സുൽ ഫിത്തുറ എന്ന് അതിന് പറയാം. ഒന്നാമത്തെ ഘട്ടതാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്തുറ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. ഹദീസാണത്. നമ്മുടെ കുട്ടിയില്ലേ, ആ കുട്ടി വിലായത്തിൻ്റെ അഹ്ലുകാരനാവാൻ മാത്രം കപ്പാസിറ്റിയിലാണ് ജനിച്ചു വന്നത്. വിലായത്ത് പോട്ടെ, ഒരു മര്യാദയ്ക്ക് ഒരു ഹിദായത്തെങ്കിലും നിലനിൽക്കുന്ന ഒരു അവസ്ഥ ആ കുട്ടിയിലില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? പറ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. അവർ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? ആ മക്കൾ അതാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പ്രത്യേകിച്ച് ഒരു 8-9 വയസ്സ് കഴിയുമ്പോൾ ടൈം ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നൊരു ടൈമുണ്ട്. അത് 10 വയസ്സ് മുതലൊക്കെ ആരംഭിക്കും. ആ 10 വയസ്സ് മുതൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മനസ്സിൽ ഞാൻ ഏതെങ്കിലും ഒരാളുടെ ഫാൻ ആവണം എന്നുള്ള ചിന്ത വരും. നമ്മളൊരു ഫാൻ ആക്കി കൊടുത്തിട്ടില്ല. ഈ ഫാനല്ല പറയുന്നത്, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? ഒരു ഫാൻ വേണമെന്നുള്ള, ഫോളോ ചെയ്യാൻ ഒരാൾ വേണമെന്നുള്ള ചിന്ത ഈ 10 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിയിൽ വരും. ആ സമയത്ത് നമ്മളാരെ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ തെരുവിലിങ്ങനെ ഒരു ചങ്ങായി ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, ലയണൽ മെസ്സി. അപ്പോൾ ഓൻ ആ ചങ്ങാതിനെ ഓൻ ഫാനാക്കി സ്വീകരിക്കും. കൽബുകൊണ്ട് മഹബത്ത് വെക്കുന്ന ഒരവസ്ഥയിലെത്തും. പിന്നെ മഹബത്തുൽ മെസ്സിയാണ് എന്ത്, പിന്നെ മഹബത്തുൽ റൊണാൾഡോ, അതൊക്കെ ഉണ്ടാവും. പിന്നെ കുട്ടീനോട് പറഞ്ഞിട്ട് കാര്യം, ഓൻ്റെ മുടി മാറും, ഓൻ്റെ ഇവിടെ പച്ച കുത്തും, പലതും കുത്തും തന്നെ ഇവിടെയൊക്കെ.
ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്ത് മഹബത്തുൻ നബി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. അത് ഫത്തുൽ മീനിലൊക്കെ എടുത്തു നോക്കിയാൽ ആദ്യം കാണും, നിങ്ങൾ ഇത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അല്ലിമോ അല്ലാതൊക്കെ മഹബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ട കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്താണെന്നാണ്. അത് പഠിപ്പിക്കാതെ പിന്നെ എന്താ? ഞാൻ പറഞ്ഞതെന്ന് കുറച്ച് സമയം അതിന് വേണ്ടി ചിലവഴിക്കും. വീട്ടിൽ അള്ളാഹിൻ്റെ ഹബീബിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. എന്നിട്ട് ഈ കുട്ടിൻ്റെ ഉള്ളിൽ ഞാൻ മാതൃകയാക്കേണ്ടത് മുത്തുനബിയാണ്. എന്നിട്ട് ലാസ്റ്റ് ഈ കുട്ടി പറയണം ഐ ആം ദ പ്രൗഡ് മാൻ ഓഫ് ദ മെസഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഈ കുട്ടി പറയുന്നൊരവസ്ഥ വരണം. ആ കുട്ടി വഴി തെറ്റൂല. പെൺകുട്ടികളും അങ്ങനെ തന്നെ. പെൺകുട്ടികളൊക്കെ ഈ കൊറോണയ്ക്ക് ശേഷമൊക്കെ പല ഈ കൊറിയൻ സീരീസ് അതൊക്കെ കണ്ടിട്ട് സ്ലിം ബോഡി, ഇവിടെ ലിപ്സ്റ്റിക് ഇടല്, മൊത്തം ഡെക്കറേഷനാ പരിപാടി. സാധുക്കൾക്ക് അറിയുന്നില്ലത് എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തും. വല്ല വിഷയവും മനസ്സിലാവണ്ടോ പറഞ്ഞിട്ട് ഒരു മാറ്റം കൊണ്ടുവരണ്ടേ? നടക്കുമോ? വല്ലതും നടക്കുമോ? അതല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്ലാസ്സായിരുന്നു, പല പല നല്ല കാര്യങ്ങളും പറഞ്ഞില്ലേ മൂപ്പര് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് എന്ത് മൂപ്പര് പറഞ്ഞിരുന്ന് ഓർമ്മ ഉണ്ടാവില്ല. അതിന് ഞാൻ പറഞ്ഞ ഇസ്മായിൽ വീസൻ്റെ ഈ ചാനലിൽ ഈ പരിപാടിയില്ല, ഈ ചാനലുണ്ടാവില്ലേ? ചാനലുണ്ട്. നിങ്ങളെ കുടുംബക്കാരൻ തന്നെയാണ്. എത്ര 7 ലക്ഷമൊക്കെ സബ്സ്ക്രൈബേഴ്സ്. എത്ര 7 ലക്ഷം? 7.4 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള അത് എന്തെങ്കിലുമല്ല, കാട്ടിക്കൂട്ടലല്ല, അതാണ് മൂപ്പരോടുള്ള നമുക്ക് ഇഷ്ടം. മൂപ്പർ എന്തെങ്കിലുമല്ല, വാള് നല്ല നല്ല പരിപാടികൾ അതൊക്കെ മൂപ്പർ ചെയ്യാം. നല്ലൊരു വലിയ സേവനമാണത്. അത് ചെയ്യുന്ന ഒരു വലിയ ചാനൽ, അത് നിങ്ങളുടെ കുടുംബക്കാരനായ ആളാണ്. അപ്പോൾ അതിൽ ഈ സംസാരം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും മൂപ്പരാ പറഞ്ഞ പോയിന്റ് കിട്ടണം തോന്നുന്നു, അത് എടുക്കുക. എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ കേട്ട് എനിക്കെന്താ ഇട്ടുക? ഹൈർ നടന്നാൽ അതിൻ്റെ ഫലവും അജറും മിസ്ലും അതുണ്ടാവും. അതല്ല, അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ. എനിക്കെന്തോ കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ ഈ ഓട്ടുപാറ കുടുംബത്തിലെ കുട്ടികൾ എന്താ പറയുക, മയക്കുമരുന്നിന് അടിമപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങളെ ആ വിഷയം സംസാരം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്തും. അവസാനത്തെ പോയിന്റ് അതെന്താ വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട വിഷയം. അതും ഇന്ന് ഏറ്റവും കൂടുതൽ കൺസൾട്ടിങ്ങിന് വരുന്നതാണ്. അതെന്താണെന്ന് പറയുക, ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഉമ്മമാരും അപ്പമാരും ക്ഷീണിച്ചോ? ഒന്ന് എഴുന്നേറ്റിരിക്കും, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേക്ക്. ഞാൻ 5 മിനിറ്റോടെ നിർത്തും, എന്നാലും ഒന്ന് എഴുന്നേക്ക്. ചെറിയൊരു ആക്ടിവിറ്റി കേട്ടോ. ഞാൻ റെഡി 1 2 3 എന്ന് പറയും. 3 എന്ന് പറയുമ്പോൾ നേരെ ബാക്കിൽ തിരിഞ്ഞ ആൾക്ക് കൈ കൊടുക്കണം. നേരെ ബാക്കോട്ട് തിരിഞ്ഞ ആൾക്ക് കൈ കൊടുക്കണം കേട്ടോ. റെഡി 1 2 3. ഇങ്ങോട്ട് ഇരിക്കുക. മതി, എത്ര മതി. ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, ഇതൊരു തമാശാക്കിയതാ. അയാൾ ബാക്കോട്ട് പോയി തിരിഞ്ഞില്ലേ? ഏറ്റവും ബാക്കിലുള്ള ആൾക്ക് മാനം കിട്ടിയിട്ടുണ്ട്. കാരണം അതിന് അവിടെ വാക്കില്ല എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ആർക്കും കിട്ടിയോ? ഇനി കിട്ടിയെങ്കിൽ അന്തം വിട്ടെങ്കിൽ നിൽക്കുന്ന ആളുണ്ടോ? അയാളെ കിട്ടിയല്ല, അയാളിങ്ങനെ തിരിഞ്ഞിട്ട്. അതൊരു തമാശ. ലാസ്റ്റ് പോയിന്റ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിലെ പെൺകുട്ടികളുടെ, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഉപയോഗം. ആൺകുട്ടികളുടേതും പറയാനുണ്ട്. അതായത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയോ. കാരണം ഈ വിഷയത്തിൽ എത്ര കേസാണ് എൻ്റെ അടുത്ത് മാത്രം വരുന്നത്. അത് എൻ്റെ അടുത്ത് മാത്രമല്ല, എല്ലാ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും വരുന്നുണ്ട്. അത്രമാത്രം കേസുകളാണ്. എന്താണ് പ്രണയം എന്ന് പറയുന്നൊരു കേസ് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നൊരു കാലമാണ്. ഈ പ്രണയം ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന പ്രണയങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. പ്രണയം നല്ലതാണ്, വളരെ നല്ല പ്രണയമല്ലേ. പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല പ്രണയം വേണം. ഞാൻ പ്രണയം വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ലേ? പ്രണയം നല്ലതല്ലേ? പ്രണയം വേണ്ടേ? പ്രണയം ഇല്ലാത്തൊരു മനുഷ്യൻ്റെ ഹൃദയം ഇതിനെ പറ്റി വരണ്ട ഹൃദയമായിരിക്കും. പ്രണയം വേണം. കല്യാണം കഴിഞ്ഞാണ് ഭാര്യനെ പ്രണയിച്ചാൽ മതി. പിന്നെ കണ്ടാലും മതി. അതിനൊക്കെ ഒരു സമാധാനം കിട്ടാനാണ് പ്രണയിക്കണം. എന്താ ചെയ്യുക? അങ്ങനെയൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ. കല്യാണം കഴിച്ചിട്ട് പിന്നെ വേറെ പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യാം. ഇപ്പം നാളെ ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നു. എനിക്ക് ആ പെണ്ണിനോട് ഭയങ്കര ബഹുമാനം തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് നല്ല പെണ്ണ്, ദീനിയായൊരു പെണ്ണ്. കൽബ് നടക്കാനോ നമുക്കറിയില്ല, എന്നാലും മൊത്തത്തിൽ മനസ്സിലായിടത്തോളം ദീനിയായൊരു പെണ്ണ്. ഈ പെണ്ണിൻ്റെ ഭർത്താവ് മര്യാദയ്ക്ക് നിസ്കരിക്കൂല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ പെണ്ണിൻ്റെ ഭർത്താവ് പല പെണ്ണുങ്ങളായിട്ടും ചാറ്റിങ്ങാണ്. പല പെണ്ണുങ്ങളായിട്ടും നല്ല അഭേദ്യമായ ബന്ധം പലതും ഉണ്ട്. അതിൽ എന്നെ ആ പെണ്ണിനോട് ബഹുമാനം തോന്നിയ ഘടകം എന്താണെന്ന് അറിയാം. ആ പെണ്ണ് ഇന്ന് വരെ ഭർത്താവിൻ്റെ കുടുംബത്തിലോ പെണ്ണിൻ്റെ കുടുംബത്തിലോ വിഷയം പറഞ്ഞിട്ടില്ല. എന്താ കാരണം? എൻ്റെ ഭർത്താവിൻ്റെ ഇമേജ് മോശമായി പോകുന്നു. എൻ്റെ കുട്ടികളെ വാപ്പല്ലേ, എൻ്റെ ഭർത്താവല്ലേ, മൂപ്പര ഇമേജ് മോശമാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കുട്ടിനോട് വിഷയം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ പെണ്ണ് എന്ത് ചെയ്ത് ബലമായി പിടിച്ച് കൺസൾട്ടിങ്ങിന് കൊണ്ടുവന്നു. അല്ലാഹു തആല സലാമത്താക്കി കൊടുക്കട്ടെ. അങ്ങനെ കുറേ കേസ് വരാറുണ്ട്. പല പെണ്ണുങ്ങളുണ്ട് അങ്ങനെ. ഭർത്താവിൻ്റെ ഇമേജ്, ആ ഭർത്താവിനല്ല, പിന്നെയും അത് മാറാൻ പോകുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അതേപോലെ പെണ്ണുങ്ങളുണ്ട്. അതേപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ പുതിയ
പുതിയ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ പണ്ട് നമ്മൾ പഠിച്ച വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അത് രണ്ടാമത് വരുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ എന്തായാലും ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഏത് ചില ആൾക്കാർ ചിരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണെന്ന്. സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ല പെണ്ണുങ്ങളെ. നിങ്ങൾ സമ്മതിക്കണ്ടല്ലേ? ആന്ന് അതിനെ സമ്മതിക്കണ്ടല്ലേ വെച്ചാൽ ആന്ന് അത് സമ്മതിച്ച് പാവങ്ങൾ അതുണ്ടാവും. എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അറിയില്ലല്ലോ, ബുദ്ധി ഇല്ലാത്തൊരു കാലല്ലേ. അതിങ്ങനെ വെറുതെ അവരിങ്ങനെ ഒരു ഇതൊക്കെ ചിഹ്നമൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു പരിപാടി അത്. അപ്പോൾ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അയാൾ ഈ ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ ഇയാളിങ്ങനെ തെരയും, ആ പണ്ടത്തെ മറ്റേ ആളോട് ഇങ്ങനെ തെരഞ്ഞെറിഞ്ഞ്. അപ്പോൾ ഒരു ദിവസം രാത്രി 11:45 മെസ്സേജ്, അറിയുമോ? അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ആ പേര്, അന്നത്തെ പേരൊന്നും കാണുന്നില്ല, ഫോട്ടോ ഇല്ല, എന്നാലും പേരിൻ്റെ ഒരു ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ആയിരിക്കും വിചാരിച്ചു. അപ്പോൾ ഇന്ന ആളല്ലേ. ഞാൻ വിചാരിച്ചു നീയൊക്കെ എന്നെ മറന്നുപോയി കാണുമെന്ന്. എന്നെ എങ്ങനെ മറക്കാനാ? അങ്ങനെ തുടങ്ങല്ലേ, മൊഹബത്തിൻ്റെ ആ ലഡു പൊട്ടും. പിന്നെ ലഡു പൊട്ടിയിട്ട് പിന്നെ ഇപ്പോഴായിട്ട് ചാറ്റിങ്. ഭർത്താവിന് പ്രത്യേകമായിട്ട് ഒരു സന്തോഷം ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്താണെന്നറിയോ? ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള ഏത് ചെറിയ മാറ്റം കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവ് അള്ളാഹു ഭാര്യമാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹു തആല വലുതാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോഴേ തട്ടിപ്പ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഭാര്യ ഇത് കാണൂല, ഇയാളിങ്ങനെ ഇത് കളിച്ചു പോകും. പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്തോ ഒരു കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട്. എത്ര ഗുരുത്തം കെട്ട കളി ആണുങ്ങൾ കളിച്ചാൽ നിങ്ങളത് കണ്ടുപിടിക്കുന്നുണ്ട്. അള്ളാഹു തആല കഴിവ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചിട്ട് ഇത് കണ്ടുപിടിച്ചു. അതാണ് ഒന്ന്. കൂടെ പഠിച്ചു എന്നിട്ട് പ്രണയമായി ചാറ്റിങ്ങായി കാണാൻ ഈ ചങ്ങായിക്കൊന്ന് ആലോചിച്ചൂടെ, ഇവൻ്റെ 35 വയസ്സാ പെണ്ണിനും ഉണ്ടാവില്ലേ? അതൊന്നും അതുപോലെ പണ്ടത്തെ ആളെ ആലോചിച്ചിട്ടായി പോകുന്നത്. ആ പണ്ടത്തെ ആളുടെ അതിനേക്കാളും പറയാനുള്ള കുട്ടി പെണ്ണിനിപ്പോൾ ഉണ്ടാവും. എന്നിട്ട് കാണാൻ പോകുന്നത്. അതേപോലെ വേറെ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള കാണാൻ പറ്റുന്നവരും കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ബന്ധങ്ങൾ വഷളായിപ്പോയ മരുക്കളും ഒക്കെ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് വിഷയത്തിൽ പറയുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം മാത്രം പെട്ടെന്ന് നിർത്തട്ടെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ പെൺകുട്ടികൾ നമ്മുടെ പെൺകുട്ടികളൊക്കെ അറിഞ്ഞ പാവങ്ങൾ, അവർ നിഷ്കളങ്കരാണ്. തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇൻസ്റ്റാഗ്രാം എടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാം തെറ്റാണെന്നല്ല ഞാനീ പറയുന്നത്, അങ്ങനെ മനസ്സിലാക്കരുത് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഹൈറായ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മദീനയിൽ നിന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മദീനത്തെ ലൈവ്, അല്ലെങ്കിൽ മദീനത്ത് നിന്നുള്ള ആ മറ്റേ എന്താതിൻ്റെ പേര് റീൽസ് കാണാൻ വേണ്ടി മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണെന്ന് അങ്ങനെ പറയുന്നത് അത് തെറ്റല്ല. അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദിനെ അല്ലെങ്കിൽ ഒരു മാദീൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം നോക്കുന്ന ആൾക്കാരുണ്ടാവും. അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാം മൊത്തത്തിൽ തെറ്റാണെന്നല്ല പറയുന്നത്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതിന് അറിയാതെ വന്നു കഴിഞ്ഞാലുള്ള അബദ്ധമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികൾ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു 13-14 വയസ്സാകുമ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കും. അത് ഇവർക്ക് അറിയുന്നില്ല. ഏതോ ഒരാൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ സംഭവമുണ്ട്, അത് ഇങ്ങനെ ആക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ആക്കൂ. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ പേരൊക്കെ വെച്ച് ഫാത്തിമ ലുബാബ എന്ന പേരൊക്കെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഏതോ ഒരു ചങ്ങായി ഏതെങ്കിലും പെൺകുട്ടിയുടെ പേര് കാണാമെന്നൊക്കെ ഓരോരുത്തർ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാറ്റ് ചെയ്യും, ഹായ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയങ്കര ഒരു ഷെറിൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി ചാറ്റ് ചെയ്യുന്നുണ്ട് പറയും. അപ്പോൾ ഇപ്പോൾ പെൺകുട്ടിക്ക് ആ എക്സൈറ്റ്മെൻ്റ് ആവും. അപ്പോൾ കൂട്ടുകാരോട് എന്താ കാട്ടേണ്ടി, ഹായ് തിരിച്ചു പഠിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഒരു 3-4 ആൾ പിന്നോട് അങ്ങനെ ഹായ് അടിക്കാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ ആ ബന്ധം ഹായ് ഇങ്ങനെ മൂത്ത് പിന്നെ ഫോൺ നമ്പറായി ചാറ്റിങ്ങായി. പിന്നെന്തായെന്ന് പറയുന്നത്, വാപ്പയും ഇത് എന്നാ അറിയാമെന്നറിയോ? ഒന്നുകിൽ കല്യാണം അന്വേഷിക്കുമ്പോൾ എത്ര പുതിയാപ്പിള്ളേർ വന്നാലും ഈ പെൺകുട്ടിക്ക് പറ്റൂല. അപ്പോൾ എന്താ ഇവിടെ പറ്റില്ല എന്ന് പറയും. ലാസ്റ്റല്ലേ കാരണം മനസ്സിലാകുന്നത്, മറ്റോന് പ്രായമായിട്ടില്ല, ഓന് വേണ്ടി കാത്തിരിക്കുക. ഏത് ഇൻസ്റ്റഗ്രാമിൽ ഓൻ്റെ സംസ്കാരം എന്താണ്? ഓൻ കള്ളുടിയനാണോ, ഓൻ പെണ്ണുടിയനാണോ, ഓൻ മയക്കുമരുന്നിൻ്റെ ഒന്നും അറിയില്ല, ഓൻ ദീനുണ്ടോ അതും അറിയില്ല. ഇൻസ്റ്റഗ്രാമെന്ന് പരിചയപ്പെട്ടു, അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഓന് വേണമെന്ന് വാശി പിടിക്കുക. എത്ര കുടുംബങ്ങൾ അതിൻ്റെ പേരിൽ തകർന്നു പോയിട്ടുണ്ട്. എനിക്കറിയുന്നൊരു കുടുംബമുണ്ട്, വാപ്പ സ്ട്രോക്കായി പോയി. മോള് വാപ്പ ദീനിയായി പള്ളി കമ്മിറ്റീൻ്റെ ഒക്കെ പ്രധാന നേതാവ് ആ നാട്ടിലെ മഹല്ലിൻ്റെ, അയാളുടെ മോൾ ഇങ്ങനെ വേറെ ഒന്നിനും പറ്റാത്തൊരു ചങ്ങായി, ഒരു മയക്കുമരുന്നൊക്കെ അടിച്ച് നടക്കുന്ന ഒരു ചങ്ങായിനെ കല്യാണം കേൾക്കുന്നത് വാശി പിടിച്ചപ്പോൾ ഈ ബാപ്പ അവസാനം തലകറങ്ങി വീണു. അയാൾ സ്ട്രോക്കായി, പാർഷ്യലി പാരലൈസ്ഡായി. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ബോധം വന്നത്, പക്ഷേ എനിക്ക് കല്യാണം തന്നെ വേണം, എൻ്റെ ഉപ്പാനെ നോക്കാൻ വേണ്ടി ഞാൻ ബാക്കി ജീവിതം മുഴുവനും മാറ്റി വെക്കുകയാണെന്ന്. ആ പെൺകുട്ടി ഇപ്പോൾ വാപ്പാനെ നോക്കിയിരിക്കുക. അവിടെ കല്യാണം നോക്കുന്നുണ്ട്, പക്ഷേ ആ പെൺകുട്ടി ഇപ്പോഴും പറയും എനിക്ക് വാപ്പാനെ നോക്കിയാൽ മതി, എൻ്റെ വാപ്പാൻ്റെ ഗുരുത്തക്കേടാണല്ലോ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് വാപ്പ ബോധം കിട്ടി വീഴേണ്ടി വന്നു ആ പെൺകുട്ടിക്ക് ബോധം വരാൻ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യണം നമ്മളെ പെൺകുട്ടികൾക്ക് എന്തിനാണ് ഇൻസ്റ്റഗ്രാം? ഞാൻ എല്ലാ സമയത്തും പറയുന്നൊരു കാര്യമാണ്, പെൺകുട്ടികൾക്ക് കാരണം എന്താണെന്നറിയോ, എപ്പോഴാണ് അപകടം പറ്റുക നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഒരു മാതാപിതാക്കൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് പറയാൻ, സാറേ അത് കുഴപ്പമൊന്നുമില്ല സാറേ, അങ്ങനെ വലിയ വിഷയമൊന്നും ആക്കേണ്ടതില്ല, ഉപയോഗിച്ചോട്ടെ, ആയിക്കോട്ടെ കുഴപ്പമില്ലല്ലോ, ആരപ്പോൾ നിർബന്ധിച്ചിട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞ്. പക്ഷേ നാളെ മറ്റന്നാൾ പ്രണയമാണെന്ന് പറഞ്ഞ് വരാൻ പാടില്ല, അവിടെ വിഷയം. നാളെ മറ്റന്നാൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമെന്ന് കുഴപ്പമില്ല, അതൊക്കെ പുതിയ കാലത്തുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ അല്ലേ, കുറച്ചൊക്കെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടാവും നിങ്ങൾ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, എത്ര സുന്ദരമായ വിശാലമായ നിലപാടല്ല അത്. ജ്ഞാനാത്വത്തിൽ ഏകത്വത്തിൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഹറാമാണോ? അത് അല്ല.
പക്ഷേ വിഷയം എന്താണെന്നറിയോ, നാളെ ഈ കാമുകനുണ്ടല്ലോ ചാറ്റ് ചെയ്യുന്നേ, ഓൻ്റെ കൂടെ അവൾ കറങ്ങാൻ പോയാലും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. ഓൻ്റെ കൂടെ കറങ്ങുന്നതിനിടയിൽ റൂം എടുത്താലും കുറ്റം പറയാൻ പാടില്ല. റൂം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലും കുറ്റം പറയാൻ പാടില്ല. സമ്മാനമായി ട്രോഫി കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു വിശാല മനസ്കത കാണിക്കണം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞത്? അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബം, എൻ്റെ കുടുംബത്തിൽ ഒറ്റ കുട്ടി സാധനം ഉപയോഗിക്കൂല. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഇല്ല. എൻ്റെ പേരിലൊരു അക്കൗണ്ട് ഉണ്ട്, അത് ഞാൻ എൻ്റെ സമ്മതത്തോടെ വേറൊരാൾ ഉപയോഗിക്കുന്നതാണ്. ചില ഇങ്ങനെ ക്ലിപ്സൊക്കെ വിടാൻ വേണ്ടിയിട്ട്, നമ്മുടെ സംസാരത്തിൻ്റെ ക്ലിപ്സ് വിടാൻ വേണ്ടി എൻ്റെ സമ്മതത്തോടെ വേറൊരാൾ ചെയ്യുന്നതാണ്. എൻ്റെ മോൻ നോക്കിയാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ല, ഞാൻ എടുക്കാറില്ല. സമയമില്ല മക്കളെ, സമയമില്ല. എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, അതെന്നെ 3-4 മാസം കൂടുമ്പോൾ ഒരു പോസ്റ്റ് ചെയ്താൽ അതിന് എന്തെങ്കിലും ഒരു ഹൈറായ കാര്യം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യും. ആ നൗഫലൊക്കെ ഉണ്ടായില്ല, ഓനെ കാര്യം ഇങ്ങനെ പാളി വെക്കണം കാണാതിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ യൂട്യൂബ് ഉണ്ട്, അതും ഓഫീസിൽ നിന്ന് കൈകാര്യം ചെയ്യുക. 2 ഒന്ന് വേറെ ഒരു മധുവുമായി ബന്ധപ്പെട്ട വേറൊരു ചാനലുണ്ട്, അത് വേറെ ടീമാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സൈക്കോളജി മാത്രമുള്ള ചാനലുണ്ട്, 100 വീഡിയോസ്, അത് വേറെ ടീമായി കൈകാര്യം ചെയ്യുന്നത്. ഒന്നും ഞാൻ അറിയില്ല. ഞാനത് റെക്കോർഡിങ്ങിൻ്റെ ഒന്ന് ഞാൻ തന്നെ പോകണ്ടേ, ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്നെ വേണ്ടേ. ഈ ഇസ്മായിൽ വീസിക്ക് നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ആളാണ്. കാരണം ഞാൻ ഇതിപ്പോൾ സംസാരം ഇതിവിടെ റെക്കോർഡ് ചെയ്യും, അതിൻ്റെ ഇത് നമുക്ക് അയച്ചു തരുമല്ലോ. അതെന്തിനാ ഇവിടെ സംസാരിച്ച് ഈ ഓട്ടുപാറ കുടുംബം കാരണമാണ് ഈ സംസാരം ഉണ്ടായതെങ്കിലും ഇതിൽ പറയുന്ന വിഷയങ്ങൾ പല കുടുംബങ്ങളിലും നടക്കുന്നതിനല്ലേ. അപ്പോൾ അവർക്കൊക്കെ എത്തിക്കണം, 10,000ങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഈ സംസാരം എത്തും. അപ്പോൾ അതിൻ്റെ ഒക്കെ പ്രതിഫലം നിങ്ങൾ ഈ ഓട്ടുപാറക്കാർക്കൊക്കെ ഉണ്ടാവും. അത് ഇസ്മായിൽ വീസി കാരണക്കാരനാവും. അങ്ങനെ ഓരോ സഹായങ്ങൾ നമുക്ക് ഓരോരുത്തർ ചെയ്തു തരാറുണ്ട്. പിന്നെ നമ്മളെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ ഓഫുള്ള ചാനലാണ്. കാരണം ഞാൻ പണ്ഡിതന്മാരോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചു നോക്കി, അതിൻ്റെ പൈസ എടുക്കാൻ പറ്റുമോ, യൂട്യൂബിൻ്റെ പൈസ ഹലാലാണോ. എന്നോട് പണ്ഡിതന്മാരാണ് ആധികാരികമായിട്ട് എല്ലാം വിശദീകരിച്ചു. അവർ പറഞ്ഞു ഹലാലല്ല എന്നാണ്. ഒരു പൈസ ഒന്നും പറയാൻ എടുത്തില്ല. അപ്പോൾ അത് പൈസയ്ക്ക് വേണ്ടിയുള്ള ചാനലല്ല. രണ്ടും അങ്ങനല്ല. മറ്റേ ചാനലുണ്ടെങ്കിൽ 8 കൊല്ലമായി, അതിലുണ്ട് 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇത് നമ്മളൊരു ബിസിനസ്സോ കാര്യങ്ങളോ അല്ല ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, യൂട്യൂബിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അക്കൗണ്ട് ഇല്ല. പിന്നെ അതേ സമയം ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവാം, പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക, അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും, ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ടി വരും, യൂട്യൂബ് ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗം, ഹലാലായ ബിസിനസ്, അതിന് വേണ്ടി വരും. അത് ഞാൻ പറയാം, സോഷ്യൽ മീഡിയ അടച്ചാക്ഷേപിക്കല്ല ഞാൻ ചെയ്യുന്നത്. ചെറിയ കുട്ടികളില്ലേ കല്യാണം, അവർക്ക് വേണ്ട, കല്യാണം കഴിക്കാത്ത കുട്ടി അവർക്ക് വേണ്ട. കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഭർത്താവായിട്ട് തീരുമാനിച്ചോട്ടെ. വേറെ കാര്യമുണ്ട്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കാൻ സമ്മതം കൊടുക്കുന്ന ഭർത്താവ് വേണോ തീരുമാനിക്കേണ്ട വേറെ വിഷയമാണ്, അത് വേറെ കാര്യം. അല്ലെങ്കിൽ കുട്ടികൾ ചാടിപ്പോയിട്ട് പിന്നെ നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടി വരാൻ പാടില്ല, അതാ വിഷയം. എന്നിട്ട് ഞാൻ ചോദിക്കാം, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടേ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അത് പ്രശ്നമില്ല സാറേ, ഞങ്ങൾ വിചാരിച്ചു. നിങ്ങളങ്ങനെ അത് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ സഹോദരങ്ങൾ, ഞാനിത് പറയാനുള്ള കാരണം അത്രയും കേസ് കണ്ടതുകൊണ്ടാണ്. മിഞ്ഞാന്നും വന്നിട്ടുണ്ടൊരു കേസ്, അതിൻ്റെ 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടൊരു കേസ്. നമ്മളെ ഉമ്മത്തിൽപ്പെട്ട കേസുകളാണ് ഈ വരുന്നത്. ഇതൊന്നും തെറ്റില്ല, ശരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിശാലമായിട്ട് ലിബറലിസത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിതിൻ്റെ വേദന മനസ്സിലാവും. കാരണം എനിക്കൊരു പെൺകുട്ടി ഉണ്ട്, എൻ്റെ 3ാമത്തെ കുട്ടി പെൺകുട്ടി, 2 ആൺകുട്ടിയുടെ പെൺകുട്ടി എനിക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ 3ാമത്തെ പെൺകുട്ടി ഫാത്തിമ എന്നാണ് അതിൻ്റെ പേര്. അതിനിപ്പോൾ 2.5 വയസ്സായിട്ടുള്ളൂ. ആ ഫാത്തിമ എന്നുള്ള പെൺകുട്ടീനെ ഒരു വാപ്പ എന്നുള്ള നിലക്ക് എൻ്റെ നെഞ്ചത്തിട്ടിട്ടാണ് ഞാൻ വളർത്താറുള്ളത്. എനിക്കതിൻ്റെ വേദന അറിയാം. ഈ പെൺകുട്ടി ഞാൻ എൻ്റെ നെഞ്ചത്തിട്ട് ഇപ്പാന്ന് പറയും, നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരാൻ കാത്തിരിക്കുക, ഇപ്പോൾ ചെയ്യാൻ ഓടി വരുന്നത് കേട്ട്, ഇപ്പം അതിൻ്റെ കൈമലി എന്തോ ഇത് കഴിച്ചതിൻ്റെ കണക്കവിടെ കാക്കും, അത് ഭയങ്കര രസമാണ്. അതൊക്കെ ആ കുട്ടി നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളെ നെഞ്ചത്തിട്ട് പലപ്പോഴും ഉറക്കി അങ്ങനെ പൊന്നുപോലെ നോക്കിയ മോള് ഒരു സുപ്രഭാതത്തിൽ ഇപ്പം നിങ്ങൾ പറയുന്ന നിങ്ങൾ പോയാലും കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഓനെ മതി എന്ന് പറഞ്ഞാൽ ഏത് ബാപ്പാക്കാണ് സഹിക്കുക, ഏത് ഉമ്മാക്കാണ് സഹിക്കുമോ? ഇല്ല. പക്ഷെ എന്ത് വേണം, സഹിക്കൂല എന്ന് പറഞ്ഞിട്ട് മാത്രമേ കാര്യമില്ല, അതിനുള്ള നിലപാട് ആദ്യം എടുക്കണം, തുടക്കം മുതലേ വേണം. ഇപ്പോൾ ഒറ്റ കാര്യം കൂടി വേണം അവസാനിപ്പിക്കാം, ഇതിൻ്റെ ഭാഗം തന്നെ ഉണ്ട്, വേറെ വിഷയമല്ല. ഇപ്പോൾ ഈ സ്ത്രീ പുരുഷ സൗഹൃദങ്ങളുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്, അത് പരിധി വിട്ടു പോകുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരാൾ പറയും സാറേ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല, അവരോട് നമുക്ക് എതിർപ്പില്ല. പക്ഷേ അത് പ്രശ്നമായി കഴിഞ്ഞാൽ കൗൺസിലിംഗ് വരാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. ഒരു ഭാഗത്ത് ആധുനികതയുടെ എല്ലാ വിശാലതയും വേണമെന്ന് പറയാം, മറ്റൊരു ഭാഗത്ത് കുട്ടി ചാടി പോകാൻ പാടില്ല എന്ന് പറയാം. രണ്ടും കൂടെ നടക്കൂല, രണ്ടും കൂടെ ഒരിക്കലും നടക്കൂല. ഒരിക്കൽ എൻ്റെ അടുത്തൊരു വാപ്പ വന്നു, എന്നിട്ട് പറയും സാറേ എൻ്റെ മോള് ചാടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം? ആകെ ഒരു മോളാ സാറേ, ഓൾ ചാടിപ്പോയി. അപ്പോൾ ഓൾക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടി, കോളേജിൽ പോകാൻ സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്ത്, മൊബൈൽ വേണമെന്ന് പറഞ്ഞപ്പോൾ നല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു, ഇൻ്റർനെറ്റ് കണക്ഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തു കൊടുത്ത്, എല്ലാം. അവൾ എത്ര നേരം ഫോൺ ഉപയോഗിച്ചാൽ പോലും ഞങ്ങൾ എതിർത്തൊന്നും പറഞ്ഞില്ല, അത്ര സ്നേഹത്തോടെ നോക്കിയെന്നാ അയാൾ പറയാം. എത്ര നേരം പാതിരാത്രിക്ക് ഫോൺ ഉപയോഗിച്ചാലും ആരോട് വിളിച്ച് സംസാരിച്ചാലും ഞങ്ങൾ എതിർത്തില്ല, സ്നേഹമായിട്ട് ഇയാൾ പറയുന്നത്.
ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള മോള് ചാടിപ്പോയിട്ടില്ലെങ്കിലല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ? ആ മോള് ചാടിപ്പോയിട്ടില്ലെങ്കിലല്ലേ വരണ്ടേ? എന്താ ആൾ വന്നിട്ട് പറയണ്ടേ, സാറേ ഞങ്ങളുടെ മോൾക്ക് എല്ലാ സൗകര്യം, ഫോണും പാതിരാത്രി സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും മോൾക്ക് ലൈനൊന്നും ഇല്ല സാറേ എന്ന് പറഞ്ഞിട്ട് വരണോ? ഇപ്പം ലൈനൊന്നുമല്ല, പുതിയ കാലം വേറെ. ആ പേര് പറഞ്ഞ് ഫേമസ് ആക്കണമെന്ന് തോന്നി. ബെസ്റ്റി എന്നാണ് ഒരു പേര്. ഞങ്ങൾ വിചാരിക്കത് സുഹൃത്ത് എന്നുള്ളതിൻ്റെ പുതിയൊരു പേരൊക്കെ, അതൊന്നുമല്ല. അതിനപ്പുറത്ത് വേറെ സാധനമുണ്ട്, FWB എന്നതിൻ്റെ പേര്, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്. മനസ്സിലായില്ലേ? ബെനിഫിറ്റ് എന്താ മനസ്സിലായില്ലേ? ഫിസിക്കൽ ഇൻ്റർകോഴ്സ്. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ് ആണ് ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം. എന്ത്? അവർ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യുന്നു എന്ന് അതിൻ്റെ അർത്ഥം. കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ കോളേജിന് എതിരാണ് ആരോപണമായി മാറി. തൊട്ടടുത്തൊരു കോളേജ്, ഇവിടുന്ന് ഇത് പെടണ്ണപ്പാറല്ലേ, ഈ എടവണ്ണപ്പാറ നാട്ടിൽ നിന്ന് വലിയ ദൂരമില്ലാത്ത സ്ഥലത്തുള്ളൊരു കോളേജ്, 90% മുസ്ലിംസ് പഠിക്കുന്നൊരു കോളേജ്. എടവണ്ണപ്പാറന്ന് വലിയ ദൂരമില്ലാത്തൊരു കോളേജ്. നിങ്ങൾ ഒരു കോളേജ് കൂട്ടിക്കോ, മലപ്പുറം ജില്ലയിലാണ് വളരെ പ്രധാനപ്പെട്ട കോളേജ്. അവിടെ നിന്നാണ് ഇപ്പം അടുത്തൊരു കേസിൻ്റെ അടുത്ത് വന്നത്, FWB എന്ന് പറഞ്ഞിട്ട്. FWB പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യുന്ന ബന്ധം, ഒരാണും പെണ്ണും തമ്മിൽ എന്തൊക്കെ ചെയ്യുക അതൊക്കെ ഷെയർ ചെയ്യുന്നു അതിൻ്റെ അർത്ഥം. ബെസ്റ്റ് എന്ന് പറഞ്ഞാലും ആ അർത്ഥമുണ്ട്. പണ്ടത്തെ പോലെ ഫ്രണ്ട്ഷിപ്പൊന്നുമല്ല. പണ്ടത്തെ കാലത്തൊക്കെ ഒരു ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലൈൻ്റെ അടുത്ത് പോകാൻ തന്നെ പേടിക്കാരോ അല്ലേ? പണ്ട് ലൈൻ അടിച്ച ഒരു കൈപ്പൊക്കണ്ട, എല്ലാവരും പൊക്കേണ്ടി വരും, അവനെ ഇടക്കാറാവത്. അതല്ല വീഡിയോ എന്തെങ്കിലും കണ്ടാലോ ലൈൻ അടിച്ചവരൊക്കെ കൈപ്പൊക്കാറ്. എല്ലാവരും അടിച്ചിട്ടുണ്ടാവും ഒരു കാലത്ത്. ഒരു ക്രഷ് എന്നൊക്കെ പറയും. ചിലപ്പോൾ ലൈൻ അടിച്ചൊക്കെ നടന്നിട്ടുണ്ടാവില്ല. എന്നാളൊരു ഒരു മൂലാരിറ്റിൻ്റെ ഒരു അനുഭവം പറയണേ. മൂലാരിറ്റി പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ ദർസിൽ പഠിക്കുന്ന മുത്താലിമ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂലാരിറ്റിയാണ്. ഈ മൂലാരിറ്റിന് 3 പെൺകുട്ടികൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കിസ് ചെയ്തു. ഇത് ഹക്ക് പറയാം, അള്ളാഹുവിൻ്റെ സാക്ഷി എടുത്ത് തമാശ പറയല്ല, ഹക്ക് ഉണ്ടായ സംഭവം പറയാം. ഇത് ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്താണ് കൈകാര്യം ചെയ്ത് ആ കേസ്. എടാ പെൺകുട്ടികളെ 3 സ്കൂളിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇവർ ഈ മുത്താലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പാവങ്ങളായി ഒരു നല്ല സ്വഭാവമൊക്കെ ആയിട്ട് ഒരു അച്ചടക്കത്തോടു കൂടെ ഈ കുട്ടിനെ കാണാനൊരു വെളുത്തിട്ടാണ്. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കണം, ഈ പെൺകുട്ടികളൊക്കെ ഏതാ സാധനങ്ങൾ? അതായത് പറയുന്നത്, എടി ആ മൂലരിട്ടിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ, നമുക്ക് ഉമ്മ കൊടുക്കുക. ഈ 9ാം ക്ലാസ്സിലുള്ള പെൺകുട്ടിക്ക് 14 വയസ്സ് 15 ഉണ്ടാവുള്ളൂ. ഈ പെൺകുട്ടി പറയാം, എടി അതിലൊന്ന് കിസ് ചെയ്താലോ? അപ്പോൾ ഇവിടെ ഇച്ച് കിസ് ചെയ്ത് ഞാനും കിസ് ചെയ്യും. അങ്ങനെ ഇവർ 3 ആളും കൂടെ ചാടി വീണ് ആക്രമിച്ചു. പാവപ്പെട്ട ബുദ്ധി ഹക്കാണ് ഞാൻ പറയട്ടെ, തമാശ പറയില്ല. എനിക്ക് എൻ്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളുണ്ട്, അദ്ദേഹം കൈകാര്യം ചെയ്ത കേസ് അദ്ദേഹത്തിൽ നേരിട്ട് ഞാൻ കേട്ടതാണ്. ഇതാണ് അവസ്ഥ. ഭയങ്കര സാധനങ്ങളാണ് ഈ പെണ്ണുങ്ങളിപ്പോൾ പുതിയ തലമുറയിൽ. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഈ വിഷയത്തിലും കൂടെ ഒരു തീരുമാനം എടുക്കാമോ? ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞില്ലേ? മൊബൈലിൻ്റെ കാര്യം നിങ്ങൾ മക്കൾ വീട്ടിൽ പോയിട്ട് തീരുമാനം എടുക്കും. മക്കളെ നമ്മളിതാ ഡിവൈസിൻ്റെ കാര്യം. എന്നിട്ട് നിങ്ങൾ അപ്പോൾ കുട്ടികൾ 2 വയസ്സ് 2.5 വയസ്സുള്ള കുട്ടികൾ ഇതിൽ അടിമപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അപ്പോൾ എന്തെങ്കിലും ഐഡിയ എടുക്കുക. അതിൻ്റെ ഐഡിയ എന്താ വെച്ചാൽ പുതിയ എന്തെങ്കിലും ടോയൊക്കെ വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് അവരുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക. ഒരു പുതിയൊരു സാധനം കിട്ടുമ്പോൾ ഒരു 100% അറ്റൻഷൻ അതിലേക്ക് വരും കുട്ടികൾക്ക്. എന്നിട്ടിത് മാറ്റാം. ഒന്ന് പുതിയത് കൊടുക്കാതെ മാറ്റിയാൽ അവർ ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഇനി ഒരു കുട്ടികൾ പിന്നെ ഘട്ടമായിട്ട് മാറ്റി കൊണ്ടുവന്നിട്ട് പിന്നെ 5 വയസ്സിന് മേലെയുള്ള 10, 12, 15 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ വെടിവെക്കുന്ന റേസിംഗ് ഗെയിമുകൾ അല്ലാത്ത ഇൻ്റലക്ച്വൽ ഗെയിമുകൾ ഉണ്ടാവും. ബുദ്ധി വർദ്ധിപ്പിക്കുന്ന പസിൽസോ അതുപോലെ തന്നെ ബ്രിക്സിൻ്റെ ഗെയിമോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളില്ലാത്ത രസകരമായ ഗെയിം കുറഞ്ഞ സമയമൊക്കെ വല്ലപ്പോഴും ഞാൻ പറഞ്ഞു, ഒന്നും അല്ല കേട്ടോ, കളിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആ കുട്ടികളും അസാംസ്കാരിക പ്രവർത്തനങ്ങൾ വൃത്തികെട്ട പലതും ഇതിനകത്ത് കാണുന്നത് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ഒരു കുട്ടി പറഞ്ഞു, 12 വയസ്സുള്ള ഒരു കുട്ടി ആവശ്യമില്ലാത്തതിൽ കണ്ടിട്ട് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ഓൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു. വാക്ക് ഞാൻ പറയുന്നില്ല, എങ്ങനെ സെർച്ച് ചെയ്താൽ രസകരമായ സംഭവങ്ങൾ കാണാം. അപ്പോൾ എന്താ വൃത്തികേടാണ് അവൻ കാണുന്നത്. എന്നിട്ട് ആ വൃത്തികേട് സ്വന്തം പെങ്ങളിൽ സ്വന്തം സിസ്റ്ററിൽ അവൻ ചെയ്തു, നടന്നില്ല, ശ്രമിച്ചു, അങ്ങനെയാണത് പിടിച്ചത്. ഒക്കെ നമ്മളിപ്പോൾ പുതിയ തലമുറയിൽ കാണുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ സംഭവം എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ നമ്മൾ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്തൊന്ന് ചിരിച്ചിട്ട് മരിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനൊരു മൂല്യത്തോടു കൂടെ ജീവിക്കണം. ഞാൻ അവസാനമായിട്ടൊരു വാക്ക് പറയുന്നു. നിങ്ങൾ അള്ളാഹിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെ വല്ലാതെ മുറുകെ പിടിച്ച് അവരെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുക. മുത്തറസൂൽ പറഞ്ഞിട്ട് തന്നെ ഉണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യഹ്ബബുക്കും. വല്ലാത്തൊരു വാക്കാണത്. അത് എനിക്ക് വിവരമില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് കിട്ടുന്നത് പറയുകയാണെങ്കിൽ തന്നെ മണിക്കൂറുകൾ ഞാൻ പറയാം. അത്ര വിശാലമായ മാറ്ററാണത്. റസൂലുള്ളാഹി പറയാം, അള്ളാഹ് പറയാണ്, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആരോട്? നമ്മളോട് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക, ഇത്തിബാ ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. ആ അവിടെ ശരിക്കും അവിടെ എന്നെ മഹബത്ത് വെക്കുക എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് അവിടെ ഇത്തിബാവ് എന്നുള്ള ഭാഗം വന്നുകൊണ്ട് ചർച്ച ഉണ്ട്. അതിൻ്റെ ചർച്ചൻ്റെ മറുപടി എന്താ വെച്ചാൽ മഹബത്ത് പൂർണ്ണമാകുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ വരുമ്പോഴാണ്.
അപ്പോൾ മഹബത്ത് പ്ലസ് അതിൻ്റെ എക്സ്പ്രഷൻ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഇത്തിബാ എന്നുള്ള പദം അവിടെ വന്നത് എന്ന് ഇമാമിങ്ങൾ അതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലേ? ഇത്തിബാ എന്നുള്ള പ്രയോഗം വരാനുള്ള കാരണം അതാണ്. അപ്പോൾ ആ മഹബത്ത് വേണം, ആ മഹബത്തിനനുസരിച്ചിട്ടുള്ള ജീവിതം കൂടെ വേണം. അത് എക്സ്പ്രഷനും വേണം. സ്വലാത്തായിട്ടും വരും, നമസ്കാരങ്ങളായിട്ടും വരും, സൂക്ഷ്മതയുള്ള ജീവിതമായിട്ടും എല്ലാമായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കോളിന്നല്ല, ഇങ്ങോട്ട് വരീന്നാണ് പറഞ്ഞത്. ഇൻകുന്തു തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെന്ത് ചെയ്യും? യുഹിബ്ബുക്കും അള്ളാഹു നിങ്ങൾ സ്നേഹിക്കുന്ന. അപ്പോൾ അതൊന്ന് മക്കൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ പാരായണമൊക്കെ ചെയ്യുന്നൊരു ജീവിതം. ബാപ്പ അമ്മി എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്നു. ആലോചിക്കും എന്ത് രസം ഉണ്ടാവും വീട്ടിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നൊരു വീട്. ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, സാറേ ഇവിടെ സുബഹിനെ കിട്ടുന്നില്ല. എടാ തഹജ്ജുദ് സുബഹിനെ കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ തഹജ്ജുദ്? ഒരു കാര്യം ഞാൻ അടിവരായിട്ട് പറയാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ 2 മണിക്ക് ഉറങ്ങിയാലും 4 മണിക്ക് എഴുന്നേക്കും, 3:30 ഉറങ്ങിയാലും 4 മണിക്ക് നിങ്ങൾ എഴുന്നേക്കും ആത്മാർത്ഥമായിട്ടാണെങ്കിൽ. ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഗൾഫ് പോകണ തലേന്ന് രാത്രി 2:30 ഉറങ്ങിയാലും 4 മണിക്ക് എഴുന്നേക്കുന്നില്ലേ? ഇല്ലേ? ഫ്ലൈറ്റ് മിസ്സാവും വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ടൂറ് പോവുകയാണെങ്കിൽ ടൂറ് മിസ്സാകുമെന്ന് വിചാരിച്ചിട്ട് എഴുന്നേക്കുന്നില്ലേ? അപ്പം അത്ര പോലും അള്ളാഹുമായിട്ടുള്ള ഒരു സമ്പർക്കം, ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതല്ല എന്നതുകൊണ്ടല്ലേ ഇങ്ങനെ വരുന്നത്. ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് അള്ളാഹിനെ ആലോചിക്കണമെങ്കിൽ എന്ത് വരണം എന്നറിയോ? അസുഖം വരണം. അസുഖം വരണം, വേണ്ടേ? അള്ളാഹ് നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ പറ. ഞാൻ നീട്ടിക്കൊണ്ട് പോയാലുണ്ട്, 5 മിനിറ്റ് അവസാനിപ്പിക്കാനാണ്. പക്ഷെ അത് പ്രധാന അവസാനം അതിൻ്റെ കൺക്ലൂഷനാണത്. ഇന്നത്തെ കാലത്ത് നമ്മൾ അള്ളാഹിനെ ഏറ്റവും കൂടുതൽ വിളിക്കുക എപ്പോഴാണ്? നമുക്ക് അസുഖം ഉണ്ടാകുമ്പോഴാണോ ഇല്ലാതിരിക്കുമ്പോഴാണോ? എപ്പോഴാ? ഉണ്ടാകുമ്പോഴല്ലേ? അല്ലേ? എന്തൊരവസ്ഥ! അതന്നെ കഷ്ടകാലം. രോഗം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ വിളിക്കാം, അത് വിളിക്കണ്ടെന്നല്ല പറയുന്നത്. അപ്പം നമ്മളെ രോഗം മാറ്റിത്തരാൻ മാത്രമാണോ അള്ളാഹു? ആണോ? വിസ പാസ്സാക്കി തരാൻ മാത്രം അള്ളാഹു? ഊരവേദന മാറ്റാൻ ഡോക്ടർ അള്ളാഹു? കല്യാണം ശരിയാക്കാൻ, വീട് ശരിയാവാനും, സ്ഥലം വിറ്റ് പോകാനും മാത്രം അള്ളാഹു? ആണോ? അള്ളാഹിനോട് ചോദിക്കേണ്ട പരമപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ, പടച്ചോനെ എന്നൊന്ന് കൊന്നുതരണം എന്നാ. അതെന്താ കൊന്നുതരണം? അനാനിയത്തിനെ കൊല്ലണം എന്നാണ് പറയുന്നത്. എൻ്റെ ഉള്ളിൽ ഞാൻ എന്നുള്ള അഹങ്കാരമുണ്ട്, അതൊന്നും ഇല്ലാതാക്കിയിട്ട് ഞാൻ നീയിൽ ലയിക്കുന്ന ആ ഒരു പ്രത്യേകമായൊരവസ്ഥ, ഫനാ എന്ന് പറയുന്നതിന്. ഫനാ സംഭവിച്ചിട്ട് നിസ്കരിച്ചാലുണ്ടല്ലോ, നിസ്കാരത്തിൽ നിന്ന് ഇങ്ങോട്ട് വരില്ല മക്കളെ. എന്തോ ഒരു ആനന്ദം അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നിസ്കരിച്ചിട്ട് 10 ജ്യൂസ്, 1 കോടി ജ്യൂസ് കുടിച്ചതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടുക, ആനന്ദം കൊണ്ട് ഇങ്ങനെ. അപ്പോഴാണ് ഇവരൊക്കെ വിളിച്ച് പറഞ്ഞത്, ഐന അബ്നാ ഉൽ മുലൂക്ക് അൻ ഹാദിഹിൽ ലദാത്ത്. ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് ഒരു AC, ഒരു എയർ കണ്ടീഷണർ, ഒരു ഫാനും ഒന്നും ഉണ്ടാവില്ല. ഈ ഗുഹൻ്റെ ഉള്ളിൽ നിന്നും കാട്ടിൽ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടൊക്കെ ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് ഔലിയാക്കന്മാർ വിളിച്ച് പറഞ്ഞ് ആ ഘട്ടത്തിലാണ്. അതിങ്ങനെ ലദ്ദത്തുൽ ഇബാദത്ത്, ലദ്ദത്തുൽ ദിക്ർ, ലദ്ദത്തുൽ ശുക്ർ, ലദ്ദത്തുൽ മഹബ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ. ലദ്ദത്തുൽ ഇൽമുണ്ട് പണ്ഡിതന്മാർക്ക്. അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴാണ് അവരത് വിളിച്ച് പറയുന്നത്. അങ്ങനെ ഒരു ലോകമുണ്ട് നമുക്ക്. അപ്പോൾ ഒന്ന് അള്ളാഹുവിനോടൊന്ന് അടുക്കണം. രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാരോട് പറയും പോലെ ഉൾപ്പില്ലാതെ പറയുന്നൊരവസ്ഥ അല്ല. അല്ലാത്തപ്പോൾ അള്ളാഹിനെ വിളിക്കണം, ശരിക്കും വിളിക്കണം. അങ്ങനെ വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒരു തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന, സുബഹിയൊക്കെ നിസ്കരിക്കുന്ന ഓട്ടുപാറക്കാർ എൻ്റെ നാട്ടിൽ, ഞാനിപ്പോൾ താമസിക്കുന്ന അവിടെ മൂപ്പരോടെ പോയോ? അവിടെ ഇരുന്ന ആളാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണ് അവിടെ മൂപ്പര വീട്. അപ്പോൾ പലരും ഉണ്ട്. നമ്മളെ സുഹൃത്താണ് റഹീം, അല്ലേ? റഹീം നമ്മൾ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് പലരും ഈ ഓട്ടുപാറയിൽ നമുക്ക് അറിയുന്നവരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല കുടുംബമാണ് ഇതൊക്കെ. മാന്യമായി നല്ല ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല ചിട്ടയുള്ളൊരു ജീവിതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അല്ലാഹു ആലം. അല്ല അങ്ങനല്ലേ? അങ്ങനെ അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കട്ടെ. നമ്മളൊക്കെ അല്ലാഹു തആല നന്നാക്കട്ടെ. ഞാനൊരു തികഞ്ഞ ആളായിട്ട് പറഞ്ഞതല്ല ഇതൊന്നും. അപ്പോൾ ഒരാൾ ഒരു ദിവസം സുബഹി നിസ്കരിച്ചിട്ട്, ഇതും കൂടെ ലാസ്റ്റ് വാക്കാട്ടോ, സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം, ഈ സുബഹി നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു, അതായത് അള്ളാഹിൻ്റെ അടുത്ത് ചില ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത പണി ചെയ്യുന്നവരെ സുബഹി നിസ്കരിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് അള്ളാഹു കട്ട് ചെയ്യും. അപ്പോൾ ഒരാൾ സുബഹി ഖദാവുന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിലാക്കണം, അള്ളാഹിൻ്റെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഔട്ടാണ് എന്ന് മനസ്സിലാക്കണം. ബാക്കി നിസ്കാരത്തിൻ്റെ കാര്യം പറയണ്ട കേട്ടോ, ബാക്കിയുള്ളൊക്കെ ഉണ്ട്. സുബഹിയാണ് കൂടുതൽ വിസ്താരം, അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. പിന്നെ അസർ, ഇത് സുബഹി ബാക്കിയൊക്കെ എന്താണ് നിസ്കരിക്കണം? സുബഹി നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ഞാൻ പറഞ്ഞത് ഒരാൾക്ക് സുബഹി മിസ്സാകുന്നുണ്ടെങ്കിൽ അയാൾ പേടിക്കണം, പടച്ചവനെ നിൻ്റെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ പുറത്തായോ പടച്ചവനെ എന്നൊരു പേടി ഹൃദയത്തിൽ വരണം. അങ്ങനെ ആകുമ്പോഴേ മക്കളെ നമുക്ക് ആ വഴിയിൽ വളർത്താൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ചൊരു സുപ്രഭാതത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മക്കളൊന്നും കഴിയില്ല, സഹോദരന്മാരെ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്നിച്ച് മക്കളെ വിളിക്കുക, ഭാര്യയെ ഒന്നിച്ചിരിക്കുക, എല്ലാവരും ഒന്നിച്ച് സുബഹിയൊക്കെ നിസ്കരിച്ച് ആ ഒരു അവസ്ഥയിൽ വരണം. അല്ലാഹു തആല നമ്മുടെ കുടുംബം ഹൈറായ രീതിയിലാക്കി തരുമാറാവട്ടെ. ഏതായാലും സന്തോഷത്തോടു കൂടെ ഈ കുടുംബസംഗമത്തിൽ പങ്കെടുത്തതിൻ്റെ എല്ലാവരും സന്തോഷങ്ങളും അറിയിച്ച് അള്ളാഹ്ക്ക് പൊരുത്തമുള്ള രീതിയിൽ ജീവിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്
വലിയ ഒരു സന്തോഷകരമായ ഒരു സംഘമാണ്. കുടുംബം ചേരുക എന്ന് പറഞ്ഞാൽ വലിയ ഫളിലുള്ള കാര്യമാണ്. അള്ളാഹു തആല ഇതിനു വേണ്ടി അധ്വാനിച്ച ഇവിടെ ഈ കുടുംബസംഗമം ഇന്ന് നടക്കാൻ വേണ്ടി ഇതിൻ്റെ എത്രയോ ആഴ്ചകൾക്ക് മുമ്പ്, ചിലപ്പോൾ ഒരു മാസങ്ങൾക്ക് മുമ്പൊക്കെ അധ്വാനം തുടങ്ങിയവരുണ്ടാവും ഈ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ. ആ ചെറുപ്പക്കാരും മുതിർന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി വലിയ അധ്വാനം അവർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു തആല സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ഇതിൻ്റെയൊക്കെ ഒരു മിസ്ല തവാബ്, ഒരു സന്തോഷമായിട്ട് അള്ളാഹു തആല സിലത്തുർ റഹ്മാണല്ലോ, അത് അള്ളാഹു തആല ഖബറിൽ എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഇരിക്കുന്ന വല്യപ്പന്മാർ, ഉപ്പമാർ, അതുപോലെ തന്നെ ഉമ്മമാർ, വല്യമ്മമാർ, അതുപോലെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ഇസ്സത്തുമുള്ള അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ, അള്ളാഹിൻ്റെ ദിക്റിലും ശുക്റിലുമായിട്ടുള്ള നല്ല ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ എന്നൊക്കെ